സാഹിത്യോത്സവം 51 ഇന്നത്തെ വേദിയിൽ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ബെന്യാമിൻ. ഈ വർത്തമാന കാലഘട്ടത്തിൽ ഒരു മലയാളിക്ക് ഒരു ആമുഖത്തിന്റെയും പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ലാത്ത ഏറെ പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ബെന്യാമിനെ സ്നേഹാദരവോടെ ഏറ്റവും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ഈ കുന്നം KFL വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നതിന് ഏറ്റവും സുസ്വാഗതം സർ. ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ രശ്മി ടീച്ചറിനോടുള്ള നന്ദി അറിയിക്കുന്നു. KFL സാഹിത്യോത്സവം 51 20ാം അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി സാഹിത്യ ലോകത്ത് എഴുത്തുകാരൻ എന്ന നിലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഏറെ പ്രിയപ്പെട്ട ശ്രീ ബെന്യാമിൻ സാറാണ്. ആടുജീവിതം, മഞ്ഞവെയിൽ മരണങ്ങൾ, തരകൻ ഫെബ്രുവരി, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ തുടങ്ങിയ ശ്രദ്ധേയമായ നോവലുകൾ, യുദ്ധനീസിക, പോസ്റ്റ്മാൻ, പെൺമാറാട്ടം, മനുഷ്യൻ എന്ന സഹജീവി, എന്റെ പ്രിയപ്പെട്ട കഥകൾ തുടങ്ങിയ ഒട്ടനവധി കഥാസമാഹാരങ്ങൾ, മാർക്കീസ് ഇല്ലാത്ത മക്കൊണ്ടോ, ഇരട്ട മുഖമുള്ള നഗരം തുടങ്ങിയ യാത്രാ വിവരണങ്ങളും വായനക്കാർക്കിടയിൽ ഏറെ പ്രിയങ്കരമായി മാറിയവയാണ്. യുദ്ധനീസിയ എന്ന ആദ്യ കഥാസമാഹാരം അബുദാബി മലയാളി സമാജം പ്രവാസി എഴുത്തുകാർക്കായി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിന് അർഹമായി. ചെരാത് സാഹിത്യവേദി കഥാപുരസ്കാരം, JCB പുരസ്കാരം, അറ്റ്ലസ് കൈരളി കഥാപുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചു. 2021 വയലാർ അവാർഡ് അദ്ദേഹത്തിന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവലിനായിരുന്നു ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തവും ജനകീയവുമായ ആടുജീവിതത്തിന് അബുദാബി ശക്തി അവാർഡ്, നോർക്കറൂട്ട്സ് പ്രവാസി നോവൽ പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം, പട്ടത്തുള്ള കരുണാകരൻ സ്മാരക ട്രസ്റ്റ് അവാർഡ്, നൂർനാട് ഹനീഫ് സ്മാരക പുരസ്കാരം, 2009 കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. മലയാള നോവൽ സാഹിത്യത്തെ ജനകീയമാക്കുന്നതിലും വായന ഒരാഘോഷമാക്കി തീർക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ച എഴുത്തുകാരിൽ ഒരാളാണ് ശ്രീ ബെന്യാമിൻ സാർ. ഏറെ സ്നേഹത്തോടെ KFL സാഹിത്യോത്സവം 51 ചർച്ചയിലേക്ക് ശ്രീ ബെന്യാമിൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. തുടങ്ങാമല്ലോ അല്ലേ? തുടങ്ങാം സാർ. കേൾക്കാമല്ലോ? ഓഡിബിൾ ആണല്ലോ അല്ലേ? കേൾക്കാം സാർ. ഓക്കെ, താങ്ക് യു. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ 51 എന്ന് പറയുന്ന സാഹിത്യ ഉത്സവത്തിന്റെ ഈ 20ാം ദിനത്തിലെ പരിപാടിയിലേക്ക് എൻ്റെ വക സ്വാഗതം ആശംസിക്കുകയാണ്. ദീർഘകാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ ഭാഗമാവുന്നത്. കോവിഡ് കാലത്ത് ധാരാളം ഇത്തരത്തിലുള്ള ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഒക്കെ ഭാഗമായിരുന്നുവെങ്കിൽ പോലും പിന്നീട് തുടർച്ചയായി നമ്മൾ ഓഫ്ലൈനായിട്ട് പരസ്പരം മുഖാമുഖം കണ്ട് ഒക്കെ സംസാരിക്കുന്ന വേദികളിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കോവിഡ് കാലത്തിന് ശേഷം യഥാർത്ഥത്തിൽ അത്തരം കൂട്ടായ്മകൾ വല്ലാതെ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യർ പരസ്പരം ചേർന്നിരിക്കുന്നതിൻ്റെ, ഒത്തുകൂടുന്നതിൻ്റെ ആഹ്ലാദം എന്താണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ബലത്തിലായിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് വളരെ വേഗം നമ്മൾ ഇത്തരം ഓൺലൈൻ സംവാദങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നും ഒക്കെ പിൻവാങ്ങി പൊതുവിടങ്ങളിലേക്ക് ഒത്തുകൂടുന്നത് കാണാൻ ഇടയായിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ ഇത്തവണ ഇങ്ങനെ ഒരു സംവാദം ഓൺലൈനായി സംഘടിപ്പിക്കുന്നു എന്നത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടമുള്ള കാര്യമാണ്. നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏത് കോണിലിരുന്നും ഇതിൻ്റെ ഭാഗമാകാൻ കഴിയും. നമ്മുടെ സമയവും നമ്മുടെ മറ്റ് അനേകം കാര്യങ്ങളും നമുക്ക് സേവ് ചെയ്യാൻ ഇത് ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിൽ ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ വീണ്ടും ഒരിക്കൽ കൂടി ഭാഗമാക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ ഇത്തരത്തിൽ ഒരു സാഹിത്യോത്സവം, കുന്നം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന പേരിൽ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ എനിക്കും അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നുണ്ട്. അതിൽ എനിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ സംസാരിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഭാവിയിലെ അധ്യാപകരോടാണ് എന്നുള്ളതാണ്.
എല്ലാവരും അധ്യാപകർ തന്നെ ആയിത്തീരണമെന്നൊന്നും ഞാൻ പറയാറില്ല. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് അധ്യാപനത്തിന് വേണ്ടിയാണ് എങ്കിൽ പോലും ഇനിയും നിങ്ങൾക്ക് വഴിതിരിഞ്ഞു പോകാൻ ധാരാളം ഇടങ്ങളുണ്ട്. ജീവിതത്തിന്റെ ലക്ഷ്യം മറ്റൊന്നാണെങ്കിൽ അതിലേക്കൊക്കെ പോകാൻ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. ജീവിതത്തിലെ ഒരു പ്രായവും ഒരു കാലവും നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നതിൽ വിഘാതം നിൽക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതം എന്നെ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ 21 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ ജോലിക്ക് കയറാനിട വന്നു. ഗൾഫിലേക്ക് പോയി. അവിടെ ദീർഘകാലം ഞാൻ ഏതാണ്ട് 20 വർഷക്കാലത്തോളം എഞ്ചിനീയറിംഗ് മേഖലയുമായി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മേഖലയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എങ്കിൽ പോലും എൻ്റെ സ്വപ്നം, എൻ്റെ ഇഷ്ടം എഴുത്താണ് എന്ന് തിരിച്ചറിഞ്ഞ വേളയിൽ അതിനെ പരിപോഷിപ്പിക്കുന്നതിനോ അതിലേക്ക് വഴിതിരിഞ്ഞു വരുന്നതിനോ പിന്നീട് ജോലി ഉപേക്ഷിച്ച് ഒരു പൂർണ്ണസമയ എഴുത്തുകാരനായി തീരുന്നതിനോ ഒന്നും എനിക്ക് അതൊന്നും വിഘാതമായില്ല എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു അനുഭവ പാഠം പോലെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവണം. അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴികാട്ടിയാവട്ടെ എന്ന് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണെങ്കിൽ പോലും നിങ്ങളിൽ ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അധ്യാപകരാവുക എന്നുള്ളതാണ് എന്ന് ഞാൻ കരുതുകയാണ്. അതിൽ നിങ്ങൾ എത്ര പേര് ഒരു സാമൂഹ്യ ദൗത്യം എന്ന പേരിൽ അധ്യാപനത്തെ മുന്നിൽ കാണുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതോ തൊഴിൽ കിട്ടാൻ ഒരു വഴി, അല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പം ഒരു അഡ്മിഷൻ കിട്ടിയത് ഇതിനാണ് എന്നത് കൊണ്ട് വന്നതാണോ എന്ന് സ്വയം ആത്മപരിശോധന നടത്തേണ്ടതാണ്. ലോകത്തിൽ ഒരു തൊഴിലും അല്ലെങ്കിൽ ഒരു പ്രവർത്തനവും സാമൂഹ്യ ദൗത്യം എന്ന രീതിയിൽ നടക്കുന്നില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. സാമൂഹ്യ പ്രവർത്തനം എന്ന് പൊതുവെ പറയാറുള്ള രാഷ്ട്രീയ പ്രവർത്തനം പോലും ഇന്ന് ഒരു തൊഴിലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അധ്യാപനം അങ്ങനെ ആയിക്കൂടാ എന്ന് ശഠിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഭരമേൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി വേണം നിങ്ങളുടെ ജീവിതത്തെ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്നതിൽ നിങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നാളത്തെ ഇന്ത്യ എന്തായിരിക്കണം, നാളത്തെ സമൂഹം എന്തായിരിക്കണം, നാളത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്തായിരിക്കണം, നാളത്തെ കുട്ടികളുടെ സ്വഭാവ സവിശേഷതകൾ എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള തലമുറയായിരിക്കണം നമ്മൾ ഇന്ത്യക്ക് സമ്മാനിക്കുന്നത് എന്നതിൽ ഒരു വലിയ കാഴ്ചപ്പാട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. കുറെ കാലങ്ങൾക്ക് മുമ്പ് ലാറ്റിൻ അമേരിക്കയിലെ വളരെ പ്രസിദ്ധനായ എഴുത്തുകാരൻ ഡേവിഡ് ടോസ്കാന ഒരു ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആ ലേഖനത്തിന്റെ തലക്കെട്ട് ദ കൺട്രി ദാറ്റ് സ്റ്റോപ്ഡ് റീഡിങ് എന്തായിരുന്നു, വായന അവസാനിപ്പിച്ച രാജ്യം എന്ന് തന്റെ സ്വന്തം ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് തന്റെ ചെറുപ്പകാലത്ത് എൻ്റെ നാട്ടിൽ ധാരാളം വിവരമുള്ളവരുണ്ടായിരുന്നു, എന്നാൽ വിദ്യാഭ്യാസമുള്ളവർ കുറവായിരുന്നു. എന്നാൽ പുതിയ കാലത്ത് വിദ്യാഭ്യാസമുള്ളവർ ധാരാളം ഉണ്ടാവുകയും വിവരമുള്ളവർ കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു കാലത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന്. അതിൽ അദ്ദേഹം പ്രധാനമായും ആക്ഷേപം ഉന്നയിക്കുന്നത് നമ്മുടെ അധ്യാപകരെയാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തെ അധ്യാപകരെയാണ് എന്നുള്ളതാണ്. ആ പ്രസ്താവന ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ ലോകത്തിലെ ഏതൊരു രാജ്യത്തിനും ബാധകമാകുന്ന, നമ്മുടെ കേരളത്തിനും ബാധകമാകുന്ന ഒന്നാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. വിദ്യാഭ്യാസമുള്ളവർ വല്ലാതെ കൂടുകയും അറിവുള്ളവർ കുറയുകയും ചെയ്യുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. അദ്ദേഹം ആ ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾ ഇത്രയും മണ്ടന്മാരായി പോകുന്നതിൽ ആരാണ് ഉത്തരവാദികൾ എന്ന്. ഇത്രയും സാമൂഹ്യ ദ്രോഹികളെ സൃഷ്ടിക്കുന്നതിൽ, രാഷ്ട്രീയവാദികളെ സൃഷ്ടിക്കുന്നതിൽ, മയക്കുമരുന്നിനടിമകളെ സൃഷ്ടിക്കുന്നതിൽ അധ്യാപകർ വഹിക്കുന്ന പങ്ക് എന്താണ് എന്ന് അദ്ദേഹം അക്കമിട്ട് ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികളെ 12 വർഷക്കാലം ആഴ്ചയിൽ 5 ദിവസവും നിങ്ങളെ ഏൽപ്പിച്ചിട്ട് 12 വർഷക്കാലം കഴിഞ്ഞ് നിങ്ങൾ ആരെയാണ് മടക്കി നൽകുന്നത്? ഉത്തരവാദിത്വമുള്ള ഒരു പൗരനെയാണോ അതോ സാമൂഹ്യദ്രോഹിയായ ഒരു വ്യക്തിയാണോ നിങ്ങൾ ഞങ്ങൾക്ക് മടക്കി നൽകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അധ്യാപകരുടെ കൂടി ഉത്തരവാദിത്വമാണ്. സമൂഹത്തിന് മൊത്തത്തിൽ ഉത്തരവാദിത്വം ഇല്ല എന്നല്ല, പക്ഷേ അധ്യാപകർക്ക് കൂടി ഉത്തരവാദിത്വം
ഏറെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം പുതിയ കുട്ടികളുടെ സ്വഭാവ സവിശേഷതകൾ, അവർ കടന്നു പോകുന്ന അവസ്ഥകൾ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ മേൽ ശക്തി ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ ആയിരിക്കെ തന്നെ നിങ്ങളുടെ തന്നെ മുന്നിൽ എങ്ങനെയാണ് ഇതെല്ലാം ശക്തിയായി കടന്നു വരികയും നമ്മളെ പലതരത്തിലുള്ള വഴിതിരിച്ചു വിടലുകൾക്ക് ഇടയാവുന്നതെന്നും ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ഗഹനമായി ചിന്തിക്കേണ്ട ഒരു കാലത്തിലാണ് എന്ന് നമ്മൾ ഓർക്കുക. നിങ്ങൾ ഈ പഠനമൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും സ്കൂളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാലയങ്ങളിലൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായി ലഭിക്കാൻ പോകുന്നത് പണമോ പ്രശസ്തിയോ അല്ലെങ്കിൽ ബഹുമാനമോ സ്നേഹമോ ഒന്നുമല്ല, ഇരട്ടപ്പേരാണ് എന്ന് പൊതുവെ അധ്യാപകരോട് ഞാൻ പൊതുവെ പറയാറുണ്ട് ഇത്തരം യോഗങ്ങളിലൊക്കെ പോകുമ്പോൾ. കാരണം ഇരട്ടപ്പേര് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ക്ലാസ്സിലെ അല്ലെങ്കിൽ ആ സ്കൂളിലെ ആ കലാലയത്തിലെ വിദ്യാർത്ഥികൾ നിങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഓരോ ഇരട്ടപ്പേരുകളും അതിനേക്കാൾ മനോഹരമായ മറ്റൊന്ന് അധ്യാപകന് അധ്യാപികയ്ക്ക് കൊടുക്കാനില്ലാത്തത്ര വിധം സൂക്ഷ്മവും മനോഹരവും ആളിന്റെ വ്യക്തിത്വത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്നതുമായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഒരു വിദ്യാർത്ഥിനിയെ എത്ര സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നു, അതിന്റെ 4 മടങ്ങ് വിദ്യാർത്ഥികൾ നമ്മളെ തിരിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ആവുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രതയുള്ളവരാവുന്നത്, ഉത്തരവാദിത്വമുള്ളവരാവുന്നത്, നമ്മളുടെ കടമ എന്താണ് എന്ന് നമ്മളോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അധ്യാപകരോടുള്ള നമ്മുടെ കുട്ടികളുടെ മനോഭാവം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാകെ തന്നെ നിങ്ങൾ ബഹുഭൂരിപക്ഷം ആളുകളും ടോട്ടോച്ചാൻ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവിടുത്തെ അധ്യാപകന്റെ ആ അധ്യാപന രീതിയും വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വിധവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അടുത്തിടയ്ക്ക് ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒരു അധ്യാപകൻ തൻ്റെ സ്കൂൾ മാറി മറ്റൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ വിദ്യാർത്ഥിനികൾ മുഴുവൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു അനുഭവം. സത്യത്തിൽ നമ്മുടെ എത്ര അധ്യാപകർക്ക് അത്തരം അനുഭവങ്ങൾ ലഭ്യമാകും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലും ഈ അധ്യാപിക ഈ സ്കൂളിൽ നിന്ന് പോയി കിട്ടിയാൽ മതിയെന്നാണ് മിക്കപ്പോഴും വിദ്യാർത്ഥികളിൽ പലരും പറയാറുള്ളത് എന്നുള്ളതാണ്. കാരണം അത്രമേൽ അവര് ആത്മബന്ധം പുലർത്തുന്നതിൽ, അവരുടെ സ്നേഹം പിടിച്ചു പറ്റുന്നതിൽ, അവരുടെ ആദരവ് പിടിച്ചു പറ്റുന്നതിൽ, അവരിൽ ഒരാളായി തീരുന്നതിൽ അധ്യാപകർക്ക് കഴിയാതെ പോകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ടിൻറ്റുമോന്റെ കഥ നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ടിൻറ്റുമോൻ ഒരു ദിവസം ടിൻറ്റുമോന്റെ കൂട്ടുകാരൻ ഓടി വന്ന് ടിൻറ്റുമോനോട് പറഞ്ഞു, നമ്മളുടെ ഒരു അധ്യാപികയെ കുറെ കൊള്ളക്കാര് തട്ടിക്കൊണ്ടുപോയി അവരെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. നമുക്കെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ടിൻറ്റുമോൻ പറഞ്ഞത് 1/2 ലിറ്റർ മണ്ണെണ്ണ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം എന്നാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ അധ്യാപകരോടുള്ള സ്നേഹം അല്ലെങ്കിൽ ബഹുമാനമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു കാലത്ത് നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ക്ലാസ്സിൽ 30 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ 30 വ്യത്യസ്തമായ സർഗാത്മകതയുള്ളവരെ, വ്യത്യസ്തമായ കഴിവുള്ളവരെ, വ്യത്യസ്തമായ അഭിരുചികളുള്ളവരെ, വ്യത്യസ്തമായ ലേണിംഗ് കപ്പാസിറ്റി ഉള്ളവരെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്ന ഒരു ഉത്തരവാദിത്വത്തോടു കൂടി സമീപിച്ചാൽ തന്നെ നമുക്ക് അവരെ ഓരോരുത്തരെയും വ്യത്യസ്തമായി കാണാനും അവരുടെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ കഴിവുകൾ കണ്ടെത്താനും കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ അധ്യാപകരാവാൻ ശ്രമിക്കുന്നവർ നിശ്ചയമായും വായിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്നായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ട്യൂസ്ഡേസ് വിത്ത് മോറി എന്ന് പറയുന്ന മിച്ചോ ആൽബോമിന്റെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം അമേരിക്കയിലെ വളരെ പ്രശസ്തനായ ഒരു സ്പോർട്സ് ലേഖകനായിരുന്നു. അദ്ദേഹം തൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അമേരിക്കയിലെ സ്പോർട്സ് ഇവന്റുകൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് നിരന്തരം വിമാനത്തിൽ പറക്കുന്ന ആ തിരക്കിനിടയിലും എല്ലാ ചൊവ്വാഴ്ചകളിലും തൻ്റെ അധ്യാപകനായിരുന്ന മോറിയെ കാണാൻ വേണ്ടി പോകുന്നതിൻ്റെ അനുഭവങ്ങൾ ചേർത്ത് എഴുതി വെച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. എന്തുകൊണ്ടാണ് ഈ തിരക്കിനിടയിലും തൻ്റെ ഈ പ്രിയപ്പെട്ട അധ്യാപകനെ കാണാൻ വേണ്ടി പോകുന്നത് എന്ന് മോറിയോട് ചോദിക്കുമ്പോൾ മിച്ചാൽബോമിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, മോറി ഞങ്ങൾക്ക് ഒരു അധ്യാപകനായിരുന്നില്ല,
അദ്ദേഹം ഞങ്ങൾക്കൊരു കൂട്ടുകാരനായിരുന്നു, സഹചാരിയായിരുന്നു. തങ്ങളുടെ ജീവിതത്തിലെ ഏത് സങ്കടവും വിഷമവും പ്രയാസങ്ങളും സന്തോഷങ്ങളും പ്രണയങ്ങളും ഒക്കെ പങ്കുവെക്കാൻ തക്ക വിധത്തിൽ പ്രാപ്തനായ ഒരു നല്ല കൂട്ടുകാരനായിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരനായിരിക്കുന്ന അധ്യാപകരെ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ മറക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളെ ഇപ്പൊ ഈ ഇത്രയും കാലത്തിനിടയിൽ 1 മുതൽ ഈ കാലയളവ് വരെ എത്ര അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നൂറുകണക്കിന് അധ്യാപകർ പല വിഷയങ്ങൾ, പല കലാലയങ്ങളിൽ, പല വിദ്യാലയങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. അവരിൽ എത്ര പേരെയാണ് നമ്മൾ ഇപ്പോൾ ഓർത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വിരലിലെണ്ണാവുന്നവർ മാത്രമായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് അത്? ഏറ്റവും നന്നായി ഏതെങ്കിലും ക്ലാസ് എടുത്ത് നമ്മളെ 100-ൽ 100% മാർക്ക് വാങ്ങാൻ ശീലിപ്പിച്ച അധ്യാപകരെ അല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഓർത്തിരിക്കുന്നത്. നമ്മൾ ഓർത്തിരിക്കുന്നത് പലപ്പോഴും അതിനപ്പുറത്ത് നമുക്ക് ജീവിത പാഠങ്ങൾ പറഞ്ഞു തന്ന, നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളോടൊപ്പം നിന്ന, നമുക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നമ്മളെ ചേർത്ത് പിടിച്ച, നമ്മൾ തളരും അല്ലെങ്കിൽ പരാജയത്തിലാണ് എന്ന് തോന്നുമ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് നമ്മളെ സമാശ്വസിപ്പിച്ച ചിലരെയൊക്കെ ആയിരിക്കും നമ്മൾ അധ്യാപകർ എന്ന നിലയിൽ ഓർത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഭാവിയിൽ ഓർത്തിരിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ കയറി കൂടണമെങ്കിൽ അങ്ങനെയുള്ള അധ്യാപകരായി തീരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് 40 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് ഉണ്ട് എങ്കിൽ അതിനകത്ത് 30 മിനിറ്റ് നേരവും നിങ്ങൾ വളരെ ബോറായ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചുകൊള്ളൂ, പാഠപുസ്തകം തന്നെ പഠിപ്പിച്ചുകൊള്ളൂ. പക്ഷെ 10 മിനിറ്റ് നേരം ആ വിദ്യാർത്ഥികളുമായിട്ട് അടുത്ത് ഇടപഴകാൻ, അവരോട് ചോദിച്ചറിയാൻ, അവരുടെ സങ്കടങ്ങൾ അവർക്കുണ്ടെങ്കിൽ ആ സങ്കടങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ, അവരുടെ വ്യക്തിത്വ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള ചില ഉപദേശങ്ങൾ കൊടുക്കാൻ, അവരുടെ ആത്മപ്രകാശനത്തിന് ഉതകുന്ന വിധത്തിൽ, അവരുടെ സാമൂഹിക ബോധം വളർത്തുന്നതിന്റെ വിധത്തിൽ, അവരുടെ രാഷ്ട്രീയ ബോധം വളർത്തുന്ന വിധത്തിൽ അവർക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങളിൽ നിക്ഷിപ്തമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പം എൻ്റെ വിഷയം അതൊന്നും അല്ല എങ്കിൽ പോലും എന്തുകൊണ്ടാണ് തുടക്കത്തിൽ ഇത്രയും നേരം നിങ്ങളോട് ഇതൊക്കെ സംസാരിച്ചതെന്ന് ചോദിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അധ്യാപക സമൂഹത്തോട്, ഭാവിയിലെ അധ്യാപക സമൂഹത്തോട് സംസാരിക്കുമ്പോൾ അതുകൂടി പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ കുട്ടികളിൽ, ഭാവി തലമുറയിൽ വ്യക്തിത്വ വികാസം വളർത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ സാമൂഹ്യ ദൗത്യം വളർത്തുന്ന തരത്തിൽ, ചരിത്രബോധം വളർത്തുന്ന തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ അതിന് തക്ക വിധത്തിൽ പ്രാപ്തിയുള്ളവരായി തീരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾക്കുള്ളതേ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. അപ്പൊ നമ്മളുടെ വായനാശീലം എത്രയാണ്, നമ്മുടെ രാഷ്ട്രീയ ബോധം എത്രയാണ്, നമ്മുടെ ചരിത്രബോധം എത്രയാണ് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ അതിലെ ഒരു അംശം മാത്രമാണ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പകർന്ന് കൊടുക്കാൻ കഴിയുക. നമ്മുടെ കുട്ടികൾ എന്ത് വായിക്കണം, എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം പടുത്തുയർത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കോപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനുള്ള ശക്തി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്ന കാര്യം മറന്നുകൂടാ. അതുകൊണ്ട് നിങ്ങൾ അധ്യാപകരാവാൻ ശ്രമിക്കുന്നവർ, ആ മേഖലയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നവർ കൂടുതൽ ആർജവത്തോടുകൂടി ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചരിത്രബോധം ഉള്ളവരാകുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുട്ടികൾ എന്തിനു വായിക്കണമെന്ന് നമ്മുടെ കുട്ടികൾ നമ്മളോട് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാമെന്ന് കരുതുകയാണ്. നമ്മുടെ കുട്ടികൾ എന്തിനു വായിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി അവരുടെ ഉള്ളിൽ ഈ കലുഷമായ ലോകത്തിൽ ഏകാഗ്രത വളർത്തുന്നതിന് വേണ്ടി നമ്മൾ അവരെ വായിക്കാൻ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. പുസ്തക വായനയോളം ഏകാഗ്രത നമുക്ക് കൊണ്ടുതരുന്ന മറ്റൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരു ചാനൽ TV കണ്ടാൽ പോലും, അല്ലെങ്കിൽ ഒരു ട്രോള് കണ്ടാൽ പോലും, അതുമല്ലെങ്കിൽ ഒരു റീല് കണ്ടാൽ പോലും അത് പൂർണ്ണമായും കാണാനാവാതെ നമ്മൾ ഒന്നിലേക്ക് മാറി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വായനയോളം നമുക്ക് ഏകാഗ്രത കൊണ്ടുതരുന്ന മറ്റൊന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്കും കൂടി ഉപയോഗപ്രദമാവുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ വല്ലാതെ കലുഷിതമായിരിക്കുന്ന ഈ കാലത്ത് നമ്മൾക്ക് ഏകാഗ്രത വളരെ നഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുന്ന ഒരു കാലത്ത് വായനയിലൂടെ നമുക്ക് ഏകാഗ്രതയെ തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്, വായന നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. വലിയ സ്വപ്നങ്ങൾ കാണണമെങ്കിൽ അത്തരത്തിൽ വലിയ വായനയിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ്. ഓരോ വായനയും നമുക്ക് പുതിയ പുതിയ സ്വപ്നങ്ങൾ, ഓരോ പുസ്തകങ്ങളും നമുക്ക് പകർന്നു നൽകുന്നത് നമ്മുടെ
ഭാവനയെ ഉണർത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അത് മറ്റൊരു കലയും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളുടെ കൂടി കോൺട്രിബ്യൂഷൻ ഉള്ളപ്പോൾ മാത്രമാണ് ഒരു വായന സമ്പൂർണ്ണമാകുന്നത്. എഴുത്തുകാരിൽ നിന്ന് മാത്രമല്ല അത് ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ജീവിതത്തിനുള്ളിൽ പല ജീവിതങ്ങൾ ജീവിക്കാൻ നമ്മളെ വായന സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഓരോ പുസ്തകത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോ പുതിയ തരം ജീവിതങ്ങളെ അനുഭവിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും പുതിയ സംസ്കാരങ്ങളും ഭാഷയും വേഷവും ആഹാരവും ഒക്കെ മനസ്സിലാക്കുകയും നമ്മൾ പുതിയ ജീവിതങ്ങളെ, നമ്മൾക്ക് പുറത്തുള്ള, നമ്മുടെ അറിവിന് പുറത്തുള്ള മനുഷ്യ കുലത്തെ മനസ്സിലാക്കുകയും നമ്മൾ അതിലൂടെ അറിഞ്ഞോ അറിയാതെയോ ജീവിക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുക. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വായന നമ്മളെ ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചോദിക്കാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് പുതിയ കാലത്ത് വളരെ അപൂർവമായിക്കൊണ്ടിരിക്കുന്ന ഒരു നിങ്ങൾ ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചോദ്യം ചോദിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ചോദ്യം ചോദിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, ചോദ്യം ചോദിക്കാനുള്ളതാണ് എന്നറിഞ്ഞുകൂടാ, ചോദ്യം ചോദിച്ചാൽ തെറ്റാവുമോ എന്ന പേടി പലർക്കുമുണ്ട്, ചോദ്യം ചോദിച്ചാൽ ബഹുമാനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന കുറ്റമുണ്ട്. ചില അധ്യാപകർക്കാണെങ്കിൽ ചോദ്യം ചോദിക്കുന്നത് ഇഷ്ടമല്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വായന നമ്മളെ കൂടുതൽ ധീരരാക്കുകയും ചോദിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക കൂടി വേണം നമ്മളുടെ അധ്യാപനത്തിനിടയിൽ എന്നുള്ളത് ഒന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. യാഥാർത്ഥ്യവും സാഹിത്യവും എന്ന ഒരു വിഷയമാണ് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത്. സത്യത്തിൽ സാഹിത്യം യാഥാർത്ഥ്യത്തിന് അപ്പുറത്ത് നിൽക്കുന്ന വളരെ ഫിക്ഷനിലായി എന്തോ ആണെന്നുള്ള ഒരു തോന്നൽ നമുക്ക് പലർക്കും ഉള്ളത് കൊണ്ടാവാം അത്തരത്തിൽ നമുക്ക് ഒരു തലക്കെട്ട് ഇടേണ്ടി വന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഫിക്ഷൻ എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒന്നല്ല. യാഥാർത്ഥ്യത്തിന്റെ പലതരത്തിലുള്ള പ്രതിഫലനങ്ങളാണ്, പല കോണിൽ നിന്നുള്ള കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ ഫിക്ഷൻ എന്ന് പറയുന്നത്. സത്യത്തിന്റെ ഒരു ബീജവും ഇല്ലാതെ നമുക്കൊരു ഫിക്ഷൻ സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു 25 വർഷത്തെ എഴുത്ത് കാലത്തിനിടയിൽ നിന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ശൂന്യതയിൽ നിന്ന് സാഹിത്യത്തെ സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴും സത്യത്തിന്റെ ചില ബീജങ്ങൾ അവിടെ വീണം കിടക്കുകയും അതിനെ കൂടുതൽ പൊലിപ്പിച്ച് കൊണ്ടുവരികയും ഒക്കെ ചെയ്യാണ്. ചില കാര്യങ്ങളെ നമ്മൾ കൂടുതൽ പൊലിപ്പിച്ച് പറയും, ചില കാര്യങ്ങളെ കുറച്ച് ന്യൂനീകരിച്ച് പറയാറുണ്ട്. അപ്പം ഒരു ചിത്രകാരൻ ഒരു ആനയെ അതിന്റെ വലിപ്പത്തിലും ഒരു ഈച്ചയെ അതിന്റെ ചെറുരൂപത്തിലും വരയ്ക്കാറില്ല എന്ന് പറയുന്നത് പോലെയാണ് സാഹിത്യവും എന്ന് പറയുന്നത്. നമ്മൾ ചില സംഭവങ്ങളെ കുറച്ച് പൊലിപ്പിച്ച് വലുതാക്കി കാണിക്കും, ചില സംഭവങ്ങളെ കുറച്ച് ന്യൂനീകരിച്ച് കാണിക്കും. അങ്ങനെയൊക്കെയാണ് ഒരു സാഹിത്യം രൂപപ്പെടുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒന്നാണ് സാഹിത്യം എന്ന ചിന്ത നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു തോന്നൽ ചിലരുടെയെങ്കിലും ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് പലരും പറയാറുള്ളത് ഫിക്ഷൻ വായിക്കുന്നതിൽ ഞങ്ങൾ വിമുഖരാണ് എന്ന്. പല രാഷ്ട്രീയ നേതാക്കന്മാരും പ്രമുഖരും ഒക്കെ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഫിക്ഷൻ വായിക്കാറില്ല, ഞങ്ങൾ വായിക്കുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളും നോൺ ഫിക്ഷൻ ഗ്രന്ഥങ്ങളും ഒക്കെയാണ് എന്നുള്ളത്. സത്യത്തിൽ ഈ ചരിത്ര ഗ്രന്ഥങ്ങളോ നോൺ ഫിക്ഷൻ മറ്റ് ഗ്രന്ഥങ്ങളോ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളോ പകർന്നു തരുന്നതിൽ അധികമായ അറിവ്, ഡേവിഡ് ടോസ്കാന ആദ്യമേ പറഞ്ഞ ജീവിതത്തെക്കുറിച്ചുള്ള അറിവ്, അത് വിദ്യാഭ്യാസത്തിൽ നിന്നോ സർട്ടിഫിക്കറ്റിൽ നിന്നോ നേടാൻ കഴിയാത്തതായ അറിവ് പകർന്നു നൽകുന്നതിൽ ഫിക്ഷൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ വീരാൻകുട്ടിയുടെ ഇലകൾ കൊണ്ട് പരസ്പരം തൊടുമെന്ന് കരുതി നാം അകറ്റി നട്ട വൃക്ഷങ്ങൾ ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു എന്ന ഒരു 4 വരി കവിത വായിക്കുമ്പോൾ കിട്ടുന്ന അറിവിന്റെ ഒരു ലോകത്തെ എങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മളുടെ ഇടയിലുള്ള വൈര്യത്തെയും ശത്രുതയെയും രാഷ്ട്രീയ ഭിന്നിപ്പുകളെയും ജാതിമത ഭിന്നിപ്പുകളെയും ഒക്കെ 4 വരികൾ കൊണ്ട് അടയാളപ്പെടുത്തുകയാണ്. ഇലകൾ കൊണ്ട് പരസ്പരം തൊടുമെന്ന് കരുതി നാം അകറ്റി നട്ട വൃക്ഷങ്ങൾ ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു എന്ന മനോഹരമായ, ഇതാണ് ഫിക്ഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിക്ടർ യുഗോയുടെ പാവങ്ങൾ വായിക്കുമ്പോൾ ബിഷപ്പ് മിയേൽ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ടല്ലോ. ഒരു കള്ളൻ തൻ്റെ ഭവനത്തിൽ നിന്ന് വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി പോലീസുകാരൻ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഈ വിളക്കുകാലുകൾ കൂടി ഞാൻ നിങ്ങൾക്ക് തന്നതല്ലേ സഹോദര എന്ന് ചോദിച്ചുകൊണ്ട് അയാളുടെ ഉള്ളിലെ, ആ കള്ളന്റെ ഉള്ളിലെ നീതിബോധത്തെ ഉയർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്തരം ചില കഥാപാത്രങ്ങൾ ആണ് നമ്മളുടെ ജീവിതത്തിൽ
ഞാൻ മുമ്പേ സൂചിപ്പിച്ച അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുന്നത് എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ തുടക്കകാലത്ത് 20കളിൽ വായിച്ച് വല്ലാതെ ആകർഷിച്ച എൻ്റെ പുസ്തകങ്ങളിൽ ഒന്നാണ് റൊമെയിൻ റോളണ്ടിന്റെ ജീൻ ക്രിസ്റ്റഫ് എന്ന് പറയുന്ന പുസ്തകം. 1915 നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള പുസ്തകമാണ് റൊമെയിൻ റോളണ്ടിന്റെ ജീൻ ക്രിസ്റ്റഫ് എന്ന് പറയുന്ന പുസ്തകം. ജീവിതം എന്ന് പറയുന്നത് വിജയങ്ങളുടേത് മാത്രമല്ല എന്നും അതിനകത്ത് ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്നും കയറ്റിയിറക്കങ്ങൾ ഉണ്ടാകുന്നും തോൽവികളും വിജയങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം കൂടി ചേരുന്ന ഒരു സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം എന്ന് ആ 20കളിൽ എന്നെ പഠിപ്പിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് ജീൻ ക്രിസ്റ്റഫ് എന്ന് പറയുന്നത്. വിഖ്യാതനായ സംഗീതജ്ഞൻ ബീഥോവന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അറിവിന്റെ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തെ നമുക്ക് വൈജ്ഞാനിക ഗ്രന്ഥം കൊണ്ട് അടയാളപ്പെടുത്താൻ കഴിയില്ല, നമ്മളുടെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടോ പാഠപുസ്തകങ്ങൾ കൊണ്ടോ അടയാളപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ എങ്ങനെയൊക്കെ മറികടന്നു എന്നത് മനസ്സിലാകണമെങ്കിൽ ആ പുസ്തകത്തിൽ കൂടുതൽ കടന്നു പോകുമ്പോൾ ബീഥോവൻ തൻ്റെ തൻ്റെ 48-ാം വയസ്സിൽ തന്നെ ബാധിച്ച ബധിരതയെ എങ്ങനെ മറികടന്നു എന്നുള്ളതാണ്. ആ ജീവിതം ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ ചില വീഴ്ചകൾ സംഭവിച്ചാൽ അവിടെ വെച്ച് അവസാനിച്ചു എന്ന് കരുതേണ്ടതാണ് ജീവിതമെങ്കിൽ ബീഥോവന്റെ ജീവിതം അവിടെ വെച്ച് അവസാനിക്കേണ്ടതായിരുന്നു. കാരണം സംഗീതജ്ഞനെ സംബന്ധിച്ചിടത്തോളം കേൾവി എന്ന് പറയുന്നത് എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ അദ്ദേഹം ആ ബധിരതയിൽ ഇരുന്നു കൊണ്ടാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കമ്പോസിഷൻസ് ഒക്കെ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാകുമ്പോൾ വീഴ്ചയിൽ നിന്ന് പോലും അല്ലെങ്കിൽ കുറവിൽ നിന്ന് പോലും തനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും എന്ന് പറയുന്ന വലിയൊരു പാഠം നമ്മുടെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ ചേക്കേറുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും എന്ന് പറയുന്ന പുസ്തകം വായിച്ച് അതിന്റെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 1000 പേജുകളോളമുള്ള പുസ്തകത്തിൽ പ്രിൻസ് ആൻഡ്രൂ എന്ന് പറയുന്ന യുവാവ് മരണം കാത്തു കിടക്കുമ്പോൾ കാണുന്ന ആകാശത്തേക്ക് നോക്കി ഇന്നലെ വരെ കണ്ട ആകാശമല്ലല്ലോ ഞാനിപ്പോൾ കാണുന്നു, മരണാസന്നനായി കിടക്കുമ്പോൾ ഈ ജീവിതം എത്ര വ്യർത്ഥമായിരുന്നു എന്ന ഓർമ്മയോടുകൂടി കാണുന്ന ഒരു ആകാശത്തെക്കുറിച്ചുള്ള ഒരു വിവരണമുണ്ട്. ഇത്തരം ചില കാര്യങ്ങൾ ഞാൻ ചില സൂചനകൾ ചില ഉദാഹരണങ്ങൾ പകർന്നു നൽകി എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് സാഹിത്യം നമ്മുടെ ജീവിതത്തിന് വഴിവിളക്കായി തീരുന്നത്? അത് വെറും ഫിക്ഷൻ അല്ല, വെറും കെട്ടുകഥയല്ല, അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ യാഥാർത്ഥ്യത്തിൻ്റെതായ വലിയ അടരുകൾ വീണ് കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഏറെയേറെ പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ള ഒരു കാര്യം ഞാൻ മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ഞാൻ മുമ്പേ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സത്യത്തിന്റെ ഒരു ബീജമില്ലാതെ ഒരു സാഹിത്യം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഒക്കെ അതിന് ചില അടരുകളുണ്ട്. ഇപ്പൊ ആടുജീവിതം എന്ന കൃതിയെ കുറിച്ച് പറഞ്ഞാൽ നജീബ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതം അവിടെ ഇല്ല എങ്കിൽ ആടുജീവിതം എന്ന് പറയുന്ന കൃതിയില്ല. ആടുജീവിതം നജീബിന്റെ മാത്രം അനുഭവമോ അല്ലെങ്കിൽ ജീവിതമോ അല്ല. അതിനകത്ത് ഫിക്ഷൻ്റെതായ ധാരാളം എലമെന്റുകളുണ്ട്, എൻ്റെതായ സങ്കല്പങ്ങളുണ്ട്, എൻ്റെതായ ആധികളുണ്ട്, എൻ്റെതായ സ്വപ്ന ദർശനങ്ങളുണ്ട്, എൻ്റെതായ ദാർശനിക വിചാരങ്ങളുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങളെ നമ്മളൊരു കഥാപാത്രത്തിന്റെ മേൽ ചേർത്ത് വെക്കുമ്പോഴാണ് ഒരു കഥ ഉണ്ടാവുന്നത്. എങ്കിൽ പോലും അവിടെ യാഥാർത്ഥ്യത്തിൻ്റെതായ ഒരു കോർ അംശം ഒന്നും നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും. എൻ്റെ തന്നെ പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുകഥയുണ്ട്. ആ ചെറുകഥയ്ക്ക് കാരണമായത് ആ കഥ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു പോസ്റ്റ്മാൻ, സാധാരണക്കാരനായ ഒരു പോസ്റ്റ്മാൻ, അദ്ദേഹത്തിന് കിട്ടുന്ന കത്തുകളിൽ ചിലതൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യാതെ മോഷ്ടിച്ച് തൻ്റെ കയ്യിൽ വെക്കുന്നതിനെ കുറിച്ചും അങ്ങനെ വെച്ചതിൽ നിന്ന് എന്തൊക്കെയാണ് ആ ദേശത്തിന് ആ ഗ്രാമത്തിന് സംഭവിച്ചത് എന്നും അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചിരിക്കാമെന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ആ കഥ ഉണ്ടായത്. പക്ഷെ ആ കഥ ഉണ്ടാവാനുള്ള കാരണം ഒരു ദിവസം പത്രത്തിൽ ഇങ്ങനെ യൂറോപ്പിൽ ഒരു പോസ്റ്റ്മാനെ ഏതാണ്ട് 1000-ഓളം കത്തുകളുമായി അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ചെറിയ കോളം വാർത്ത നമ്മൾ വായിക്കുന്നു. അപ്പോ അവിടെ നിന്നാണ്, അതാണ് കഥയുടെ കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ അതിന്റെ ബീജം എന്ന് പറയുന്നത്. അവിടെ നിന്ന് അതിനെ വളർത്തിയെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കഥ ഉണ്ടായി വരുന്നത്. അല്ലെങ്കിൽ കുമാരി ദേവി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. കുമാരി ദേവി നേപ്പാളിലെ ഒരു ആചാരമാണ്. അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ ഏതാണ്ട് 10,000-ഓളം കുഞ്ഞുങ്ങളിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി അതിനകത്ത് ഏറ്റവും ശുദ്ധയായ പെൺകുട്ടിയെ ദേവിയായി വാഴിച്ച് അവിടുത്തെ രാജാവ് പോലും അതിന്റെ കാൽക്കൽ വണങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട
ഒരു ആചാരം, ഒരു വിശ്വാസവുമാണ് കുമാരി ദേവി എന്ന് പറയുന്നത് നേപ്പാളിൽ ഇന്നും നിലനിൽക്കുന്നത്. ഒരിക്കൽ ഞാൻ BBC റേഡിയോ കേൾക്കുമ്പോൾ പഞ്ചലാമയുമായി നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് കുമാരി ദേവിയെ തെരഞ്ഞെടുക്കുന്നത് എന്നതിന്റെ പ്രോസസ് ഇങ്ങനെ വിവരിക്കുന്ന ഒരു കാലത്തിലാണ് ഈ 10,000-ഓളം കുഞ്ഞുങ്ങളിൽ നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് നടക്കുമ്പോൾ ഇതിൽ ഒരാൾ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പൊ തിരഞ്ഞെടുക്കപ്പെടാതെ പോകുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എന്ത് സംഭവിക്കാം എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് കുമാരി ദേവി എന്ന് പറയുന്ന കഥ ഉണ്ടായി വരുന്നത്. അങ്ങനെ സമൂഹത്തെ നമ്മൾ മറ്റൊരു കണ്ണിലൂടെ, എല്ലാവരും കാണുന്നതിനപ്പുറത്തുള്ള മറ്റൊരു വീക്ഷണകോണിലൂടെ കാണുമ്പോഴാണ് ഓരോ തരത്തിലും കഥയുണ്ടായി വരുന്നത്. അവിടെ വെച്ച് എഴുത്തുകാരന് ചിലത് പറയാനുണ്ട് എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് അതിനെ കഥാപാത്രങ്ങളെ ചില ടൂളുകളായി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ വായനക്കാരന്റെ അകം കണ്ണ് തുറക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെടാനാണ് ഓരോ എഴുത്തുകാരനും ശ്രമിക്കുന്നത്. എത്രത്തോളം സാധ്യമാകുന്നുണ്ട്, ഒരു വായനക്കാരനെ എത്രത്തോളം സാഹിത്യം സംശീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവനെ മാറ്റി തീർക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം ചിലപ്പോൾ സമൂഹം ചോദിക്കേണ്ടതാണ്. പക്ഷേ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ധാരാളം അനുഭവങ്ങൾ എനിക്ക് പറയാൻ കഴിയും. പലതരത്തിലുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്താൻ, അവരുടെ ജീവിതത്തെ മാറ്റിത്തെറിക്കാൻ, അവരുടെ അകം കണ്ണു തുറക്കാൻ, അവരുടെ നിരാശകളിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒക്കെ സാഹിത്യം വലിയ പങ്ക് പല വിധത്തിൽ വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സാഹിത്യം നമ്മൾ വായിക്കുമ്പോൾ അത് വെറുതെ ഒരു കഥയാണ് എന്നത് കണ്ട് ഉപേക്ഷിച്ചു പോവാതെ ഇത്തരത്തിലുള്ള ചില അടരുകൾ അതിനുള്ളിൽ നിന്ന് കണ്ടെത്തുക. ഇപ്പൊ നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തെ നിങ്ങൾ വായിക്കുമ്പോൾ വെറുതെ നജീബ് മരുഭൂമിയിലൂടെ ജീവിച്ചു പോയി സങ്കടം സഹിച്ചു വന്നതിന്റെ അപ്പുറത്തേക്ക് അയാൾ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണ് അതിനെയെല്ലാം മറികടക്കാൻ വേണ്ടിയുള്ള ആർജവം കാണിച്ചത്, പ്രതീക്ഷാ നിർഭരമായ ഒരു ജീവിതം ജീവിച്ചത് എന്നുള്ളതിന്റെ അംശം നമ്മൾ ഊറ്റിയെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ വായനയിൽ നിന്ന് നമുക്ക് അതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ കഴിയുന്നത്. അല്ലെങ്കിൽ അത് വെറും ഫിക്ഷനാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാം. അതുകൊണ്ടാണ് ചില പുസ്തകങ്ങൾ നമ്മളെ ഒട്ടും ടച്ച് ചെയ്യാതെ പോകുന്നത്. നമ്മളെ ടച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ ആത്മാവിനെ തുടരണം. അത് ആ തരത്തിൽ നമ്മൾ അതിനെ വായിക്കണം. ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതാണ്, സങ്കടങ്ങൾ നിറഞ്ഞതാണ്. പക്ഷെ അതിനപ്പുറത്തൊക്കെ പ്രത്യാശയുടെ ഒരു ദിവസമുണ്ടാകുന്നു. അതിൽ നിന്നെല്ലാം ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് നജീബിനോടൊരു കുഞ്ഞിച്ചെടി പറയുന്ന അനുഭവമുണ്ട്. ആ കുഞ്ഞിച്ചെടിയെ പോലെയാണ് ഓരോ പുസ്തകങ്ങളും നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളോട് ചില കാര്യങ്ങൾ അത് രഹസ്യമായി മന്ത്രിക്കുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. ഓരോ പുസ്തകങ്ങളും കടന്ന് നമ്മൾ പോകുമ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയായിട്ടാണ് യഥാർത്ഥത്തിൽ മാറുന്നത്. ഒരു പ്രിസത്തിനുള്ളിലൂടെ ഒരു ലൈറ്റ് കടന്നു പോലെയാണ്. ഒരു പ്രകാശരശ്മി, നിറമില്ലാത്ത പ്രകാശരശ്മി ഒരു പ്രിസത്തിനുള്ളിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു വർണ്ണരാജിയായി മാറുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലൂടെ ഒരു പുസ്തകം കടന്നുപോയി കഴിയുമ്പോൾ നമ്മൾ മാറേണ്ടത്. പ്രിസം അവിടെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനേകം വർണ്ണരാജികൾ ഉണ്ടാവുകയും അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പലതരത്തിലുള്ള പല ഘട്ടങ്ങളിൽ മിന്നൽ വെളിച്ചം പോലെ നമുക്ക് ഒരു കരുത്തായി മാറുകയും ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ആടുജീവിതത്തിലെ ഇബ്രാഹിം ഖാദരി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ അത്രത്തെ ഒന്ന് വായിച്ചു നോക്കൂ. അദ്ദേഹം തന്റെ ജീവിതത്തിൽ തനിക്ക് രക്ഷപ്പെടാവുന്ന എല്ലാ ഇടങ്ങളിലും താൻ ഒറ്റയ്ക്കല്ല രക്ഷപ്പെടേണ്ടത്, തൻ്റെ സുഹൃത്തുക്കൾ കൂടി, തൻ്റെ പ്രിയപ്പെട്ടവരെ കൂടി രക്ഷപ്പെടുത്തേണ്ടതുണ്ട് എന്ന ഒരു വിചാരം കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അയാളുടെ കഥാപാത്രത്തെ പഠിക്കുമ്പോൾ അയാൾ ആഫ്രിക്കനാണ്, അയാൾ വിദ്യാസമ്പന്നനല്ല, അയാൾ സാധാരണക്കാരനാണ്. പക്ഷെ അപ്പോഴൊക്കെയും അയാൾ വലിയ മാനവികമായ ദൗത്യം പുലർത്തുന്നതായിട്ട് കാണാൻ കഴിയും. മരുഭൂമിയിലൂടെ ദാഹിച്ച് വരണ്ട് ചെന്ന് മരിച്ചു പോകുമെന്ന ഘട്ടത്തിൽ പോലും നജീബിന്റെ നാവിലേക്ക് വെള്ളം ഇട്ടുകൊടുത്ത് അയാൾക്ക് ദാഹം തീർന്നു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്ന ഇബ്രാഹിം ഖാദരിയെ നമുക്ക് കാണാൻ കഴിയും. അതാണ് നമ്മളൊരു നോവലിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. മാനവികതയുടേതായ, സ്നേഹത്തിൻ്റെതായ, കാരുണ്യത്തിൻ്റെതായ ഒരു അംശം നമ്മൾ ആ പുസ്തകങ്ങളിൽ നിന്ന്, സാഹിത്യത്തിൽ നിന്ന് വായിച്ച് എടുക്കാൻ കഴിയുമെങ്കിൽ സാഹിത്യം വലിയ സംഭാവന നമുക്ക് നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സാഹിത്യം കെട്ടുകഥയാണ്, നുണയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും അതിനുള്ളിൽ
സത്യത്തിന്റെ വലിയ വെളിച്ചം വീണ് കിടപ്പുണ്ട്. ആ വെളിച്ചം നമുക്ക് ആത്മവിശ്വാസത്തിൻ്റെതായ ഒരു കരുത്ത് പകർന്നു നൽകും. ആ ആത്മവിശ്വാസം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെ വഴിവിളക്കായി തീർക്കും. അത് നമ്മളെ വഴി നടത്തും. നമ്മുടെ ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ അത് നമുക്ക് ഒരു വലിയ കരുത്താവുകയും മിന്നൽ വെളിച്ചം പോലെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമ്മളെ ബലവാന്മാരാക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് സാഹിത്യത്തെ യാഥാർത്ഥ്യമായി തന്നെ കരുതണം. മറ്റെന്തും പോലെ അത് വെറും കെട്ടുകഥകളല്ല. അതിൻ്റെ ഉള്ളിൽ യാഥാർത്ഥ്യത്തിൻ്റെതായ ജീവിതത്തിന് കരുത്തു പകർന്നതായ ധാരാളം വെളിച്ചങ്ങൾ ചേർന്ന് കിടപ്പുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ കാണാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. യാഥാർത്ഥ്യവും സാഹിത്യവും എന്ന വിഷയത്തിൽ ശ്രീ ബെന്യാമിൻ സാർ വളരെ നല്ലൊരു സെഷൻ നയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അധ്യാപക വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് നല്ലൊരു ഉപദേശം തന്നതിന് വളരെയധികം സന്തോഷം സാർ. അടുത്തതായി സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള സമയമാണ്. അതിനായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. ഒരു സായാഹ്നം ആശംസിക്കുന്നു. എൻ്റെ പേര് അരുണാണ്. അപ്പോ സാറ് പറഞ്ഞ ഈ ഫിക്ഷൻ എന്ന് പറയുന്നത് ഒരു മോശം കാര്യമാണ് എന്നത് ഇപ്പോഴത്തെ നിലവിലെ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ പറഞ്ഞ് പരത്തുന്ന ഒരു നുണയായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അതുപോലെ തന്നെ എനിക്ക് സാറിനോടൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ജീവിതത്തിനും ഭ്രാന്തിനും ഇടയിലുള്ള ഈ നടത്തത്തിൽ സാറ് വളരെ ഒരു നീണ്ട പ്രവാസം അനുഭവിച്ച ഒരാളുമാണ്. അപ്പോ ഈ അനുഭവങ്ങൾ എങ്ങനെയാണ് കണ്ടെടുത്തത്? ഈ വളരെ വൈവിധ്യമായിട്ടുള്ള ഈ അനുഭവങ്ങൾ കണ്ടെടുത്തത് എങ്ങനെയായിരിക്കും എന്നുള്ളതും. സാർ മൈക്ക് ഓഫ് ആണ്. ഓ സോറി, വളരെ സന്തോഷം. തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞ ആശയത്തോട് ഞാനും യോജിക്കുകയാണ്. കാരണം ജീവിതം എന്ന് പറയുന്നത് ഗുണപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു ഒരു ഗുണം പ്രത്യക്ഷത്തിൽ എന്തോ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് സാഹിത്യത്തിന് ഗുണമില്ല എന്ന് വിചാരിക്കുന്നത്. സത്യത്തിൽ അത് നമ്മുടെ ഉള്ളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ എത്രയോ മനുഷ്യരുടെ ജീവിതത്തിന് പ്രകാശമായി തീർന്നു എന്നതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ എൻ്റെ മുന്നിൽ തന്നെയുണ്ട്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആളായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അങ്ങനെ വിഷം വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കതവെല്ലാം അടച്ച് മേശപ്പുറത്ത് നോക്കുമ്പോൾ ജ്യേഷ്ഠൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ആടുജീവിതം അവിടെ കിടക്കുന്നു. രാത്രിയാണ്, നേരം വെളുക്കുന്നത് വരെ മരിക്കാൻ സമയമുണ്ടെന്നാൽ ഇത് കുറെ കാലമായി കേൾക്കുകയും ചെയ്യുന്നു, ആടുജീവിതം എന്ന്. പിന്നെ ഇതെന്താണെന്നൊന്ന് വായിച്ചു നോക്കിയിട്ട് മരിക്കാമെന്ന് കരുതി ആ രാത്രി ഇരുന്ന് ഞാൻ ആടുജീവിതം വായിച്ച് വെളുപ്പിനെ ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി എന്തായാലും മരിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ആ വിഷം ഒഴുക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞ ഒരനുഭവം. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ആടുജീവിതം ഇറങ്ങിയതിന് ശേഷമുള്ള 15 വർഷം കൊണ്ട് എത്രയോ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാഹിത്യം പ്രത്യക്ഷത്തിൽ ഒറ്റ നോട്ടത്തിൽ ഇവിടെ വിപ്ലവമൊന്നും സൃഷ്ടിക്കുന്നില്ല എങ്കിൽ പോലും അനേകം മനുഷ്യരുടെ ഉള്ളിൽ വെളിച്ചത്തിന് കാരണമാവുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തരം മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്ന അപ്പോൾ കിട്ടുന്ന ഗുണമല്ല, ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാണ് നാം വായിച്ച ഒരു പുസ്തകം നമുക്ക് പിടിവള്ളി പോലെ നമ്മുടെ ഒപ്പം ചേർന്ന് നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് തന്നെ അറിവുണ്ടാവില്ല. പെട്ടെന്ന് നമ്മൾ വായിച്ച ഒരാശയം, നമ്മളുടെ ഒരു പുസ്തകത്തിൽ നിന്ന് ശേഖരിച്ചു വെച്ച നമ്മുടെ ഉള്ളിൽ എവിടെയോ ഉറഞ്ഞു കിടന്ന ഒരു ആശയം നമുക്ക് ഒരു വലിയ സ്വാന്തനം പോലെ നമ്മളോടൊപ്പം നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ ജീവിതത്തിന്റെ പല പ്രതിസന്ധികളെ നേരിടാൻ പോകുമ്പോഴാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് താൽക്കാലിക വിജയത്തിന് വേണ്ടി പറയുന്ന, അല്ലെങ്കിൽ പണം മാത്രം കേന്ദ്രീകരിച്ചാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്, അതിന്റെ വിജയങ്ങളും അതിന്റെ ഗുണിതങ്ങളും മാത്രമാണ് ജീവിതം എന്ന് പറയുന്നതിന്റെ ഒരു വലിയ അപകടമാണ് അതായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഫിക്ഷൻ വായിക്കുന്നത് തെറ്റാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അത് അത്തരത്തിൽ തന്നെ നമ്മൾ തള്ളിക്കളയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അനുഭവങ്ങൾ
എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ യഥാർത്ഥത്തിൽ കണ്ണു തുറന്ന് സമൂഹത്തിലൂടെ നെടുകയും കുറുകയും നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ധാരാളം അനുഭവങ്ങൾ നമ്മുടെ കൺമുന്നിലേക്ക് വരും. അതിലെല്ലാം ഒന്നും ഒരുപക്ഷെ നമ്മളെ സ്പർശിച്ചു എന്ന് വരില്ല, എല്ലാം നമുക്ക് ഏറ്റെടുക്കാൻ തോന്നിയെന്ന് വരില്ല, എല്ലാം നമുക്ക് എഴുതണം എന്ന് തോന്നുന്നില്ല. എന്നാലും ചില അനുഭവങ്ങൾ കാണുമ്പോൾ, ചില കഥകൾ കേൾക്കുമ്പോൾ ഇത് തന്നെ വല്ലാതെ കൊത്തിവലിക്കുന്നതാണ് എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും. ഇത് ഏറ്റെടുക്കാൻ വയ്യ. ഒരു ഉറക്കത്തിന് ശേഷവും പല രാത്രികൾക്ക് ശേഷവും അത് നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്, നമ്മളെ വിടാതെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ചിലത് പറയാനുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ആ അനുഭവത്തിന്റെ പിന്നാലെ പിന്നെ തുടർന്ന് സഞ്ചരിക്കുകയും അതിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയോ അത് എഴുതാൻ വേണ്ടി ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ സമൂഹത്തിൽ നിന്ന് സമൂഹത്തിൽ തൃപ്തരാണ് എങ്കിൽ നമുക്കൊരു സാഹിത്യകാരനാവാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതെങ്കിലും ചില അതൃപ്തികൾ, ഏതെങ്കിലും ചില വിയോജിപ്പുകൾ, ചില ഭയങ്ങൾ, ചില സങ്കടങ്ങൾ, ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി എന്ന നിലയിലാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു വഴി എന്ന നിലയിലാണ് നമ്മൾ സാഹിത്യത്തെ കാണുന്നത്. അത് നമ്മുടെ നെഞ്ചിലുള്ള ചില നീറ്റലുകൾ ഇറക്കി വെക്കാനുള്ള ഒരു ഇടമാണ്. അങ്ങനെ നമ്മളെ നീറ്റിപ്പിടിപ്പിക്കുന്ന ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ആ വേദനയോടുകൂടി നമുക്ക് അത് വായനക്കാർക്ക് പകർന്നു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം അതിൽ ചിലതൊക്കെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, പലരിൽ നിന്ന് കേൾക്കുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന ചിലത് നമ്മളെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നെഞ്ചിൽ പിടിക്കും. അത് നമുക്ക് എഴുതാൻ വേണ്ടി കാത്തിവെച്ചിരുന്ന കഥയാവാം, കവിതയാവാം, അല്ലെങ്കിൽ ലേഖനമാവാം, ചെറുകഥയാവാം, നോവലാവാം, എന്തുമാവാം. ആ രൂപത്തിൽ നമ്മൾ അത് എഴുതുന്നു എന്നുള്ളതാണ്. അപ്പം ആത്യന്തികമായി നമ്മൾ സമൂഹത്തിലേക്ക് കണ്ണ് തുറന്നു വെച്ച് നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അത്തരം അനുഭവങ്ങൾ വരും. പിന്നെ അതിനെ വിപുലപ്പെടുത്തുന്നതിൽ നമ്മൾ വഹിക്കുന്ന നമ്മുടെ അന്വേഷണം, നമ്മുടെ ഗവേഷണങ്ങൾ, നമുക്ക് നമ്മുടെ യാത്രകളൊക്കെ വളരെയേറെ സഹായിക്കേണ്ട, അതിന് ഒരു റിച്ച്നെസ് പകർന്നു നൽകുന്നതിന് വേണ്ടി അത്തരം ചില കാര്യങ്ങൾ കൂടി സഹായിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലത്തെ എൻ്റെ എഴുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്തായാലും നമ്മളെ തൊടാത്ത ഒന്നിനെ കുറിച്ച് നമുക്ക് എഴുതുക എന്ന് പറയുന്നത് വളരെ അസാധ്യമാണ്. അതിന് ജീവൻ ഉണ്ടാവില്ല. എഴുതാൻ പറ്റുമായിരിക്കും. നമ്മളുടെ ഇത്രയും കാലത്തെ എഴുത്തിന്റെ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എഴുതി പിടിപ്പിക്കാൻ പക്ഷെ അതിനൊരു ജീവൻ ഉണ്ടാവില്ല. ജീവൻ കൊടുക്കുന്നത് അത് നമ്മുടെ ഉള്ളിലെ നീറ്റൽ തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു. ഒന്ന് ഇടപെട്ടോളൂ സാർ. ഇന്ന് എനിക്ക് സാറേ ഒരു കാര്യം കൂടെ അറിഞ്ഞു കൊള്ളാവുന്നുണ്ട് സാർ. ഇപ്പം സാർ ഒരു തിരക്കഥാകൃത്തും കൂടാണ്. അപ്പോ എഴുത്തിന്റെ അല്ല, എന്നാലും സാർ ആ മേഖലയിലും സാറ് പേന ചലിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഈ നോവൽ അല്ലെങ്കിൽ ഫിക്ഷൻ എന്ന് പറയുന്ന സങ്കേതത്തിൽ നിന്നും എന്ത് വ്യത്യാസമാണ് സാറിന് ആ രചന വേളയിൽ തോന്നിയിട്ടുണ്ടാവുക എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഒന്ന് ഈ ഫിക്ഷൻ എഴുതുമ്പോ, കഥ എഴുതുമ്പോ നമ്മൾ തന്നെയാണ് അതിനകത്ത് പ്രജാപതി എന്ന് പറയുന്നത്. നമ്മൾക്ക് ആരോടും ചോദിക്കാനില്ല, ആരോടും ഡിസ്കസ് ചെയ്യാനില്ല. നമ്മൾ സ്വയം നിർണ്ണയിക്കുകയാണ് ഈ കഥ എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത്. നമ്മളുടെ വായനാനുഭവങ്ങളും നമ്മളുടെ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ടാണ് അതിനെ സ്വയം അസസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളത്. അതിന്റെ തിരക്കഥയുടെ ടെക്നിക്കൽ സൈഡ് അവിടെ നിർത്തി ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഒരു തിരക്കഥയിലേക്ക് ചെല്ലുമ്പോൾ അത് പല കൂട്ടം മനുഷ്യരുടെ കൂട്ടായ ആലോചനയിൽ നിന്ന് മാത്രമേ നമ്മൾ അവിടെ ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ മാത്രമാണ്. നമ്മൾ അവിടെ ഒരു പ്രജാപതിയല്ല. നമ്മൾ സംവിധായകനോട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്, അദ്ദേഹത്തിന് തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്, നടനോട് സംസാരിച്ച് അയാൾക്ക് തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്, ക്യാമറ വിഭാഗത്തോട് സംസാരിക്കേണ്ടതുണ്ട്. നമുക്ക് എഴുതി വെക്കുന്ന സാധനങ്ങൾ അതുപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ല എങ്കിൽ അത് മാറ്റി എഴുതേണ്ടതുണ്ട്. നമുക്ക് അനുയോജ്യമായ കഥാപാത്രങ്ങളെ കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ മാറ്റി എഴുതേണ്ടതുണ്ട്. അപ്പോൾ വിട്ടുകൊടുപ്പിന്റെയും കൂട്ടായ ചർച്ചകളുടെയും ഒക്കെ ഇടമായിട്ടാണ് തിരക്കഥയെ ഞാൻ കാണുന്നത്. രണ്ട് തിരക്കഥകളുടെ ഭാഗമായിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് സമ്പൂർണ്ണമായും നമ്മളുടേതാണെന്ന് പറയാനല്ല. പേരൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കും നമ്മളുടേതെങ്കിൽ പോലും അത് പലപ്പോഴും ഒരു കൂട്ടായ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ്. പക്ഷേ സാഹിത്യം അങ്ങനെയല്ല. അത് നമ്മളുടേത് മാത്രമാണ്. നമ്മളാണ് അതിന്റെ ബല. അതിനകത്തെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ഒക്കെ നമ്മൾ മാത്രമാണ് ഉത്തരവാദി. പക്ഷെ മറ്റൊരു സ്ഥലത്ത് അത് ശരിയല്ല എന്ന് നമുക്ക് തോന്നിയാലും മറ്റു ചിലർക്ക് അങ്ങനെയാണ് മതിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് വിട്ടുകൊടുത്ത് ചെയ്യേണ്ടി വരും. പിന്നീട് ഇപ്പം ടെക്നിക്കലായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കഥയെ സംബന്ധിച്ചിടത്തോളം
തിരക്കഥ അതിന് സാധ്യമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ എഴുതി വെക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പണം വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പണത്തിനനുസരിച്ചുള്ള സെറ്റ് ഇടാൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സങ്കല്പിച്ച് വലിയ കാര്യങ്ങൾ എഴുതി വെക്കാം. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്ന് തോന്നുന്ന ഒരു ടെക്നിക്കൽ സാധനങ്ങൾ, നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ ക്യാമറയിലേക്ക് എങ്ങനെ പകർത്തി വെക്കാൻ കഴിയും എന്നുള്ള ചില കാര്യങ്ങൾ, അതുകൊണ്ട് ടെക്നിക്കലായ ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് സമ്പൂർണ്ണമായും തിരക്കഥ നമ്മുടേതല്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. സന്തോഷം സർ, സന്തോഷം. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഹലോ സർ. നമസ്കാരം. ഹലോ സർ, കേൾക്കാമോ? കേൾക്കാം പാർവതി, കേൾക്കാം. സർ നമസ്കാരം. എൻ്റെ പേര് പാർവതി. ഞാൻ കുഞ്ഞിത്തെ തന്നെ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പം ആദ്യം തന്നെ സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ, ഈ നടന്ന സംഭവങ്ങളെ നമ്മൾ എഴുതുമ്പോൾ അങ്ങക്ക് എന്തെങ്കിലും വെല്ലുവിളികൾ മറ്റേതിനെ സംബന്ധിച്ച് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവിടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം കുറഞ്ഞു പോകുന്നതായിട്ട് എപ്പോഴെങ്കിലും അങ്ങക്ക് തോന്നിയിട്ടുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നടന്ന സംഭവങ്ങൾ ചേർക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചില പരിമിതികൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും നമ്മൾ ആ പരിമിതികളെ ഭാവന കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഈ നടന്ന സംഭവങ്ങളെ അതുപോലെ പകർത്തി വെക്കാൻ വേണ്ടിയല്ല നമ്മൾ എഴുതുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. അങ്ങനെ എഴുതണമെങ്കിൽ ഇപ്പം നജീബിന്റെ ജീവിതകഥയായിട്ട് എഴുതിയാൽ മതിയായിരുന്നു, ഒരു നോവലായിട്ട് എഴുതേണ്ട കാര്യമില്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് ചില കാര്യങ്ങൾ സമൂഹത്തിനോട് പറയാനുള്ള ഒരു ടൂള് എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ കഥകളെ കാണേണ്ടത്. എനിക്ക് മരുഭൂമിയിലെ കഥ പറയാൻ വേണ്ടി മാത്രമല്ല, അതിനപ്പുറത്ത് പ്രത്യാശയെക്കുറിച്ചുള്ളൊരു കഥ പറയുന്നതിന്, ഇബ്രാഹിം ഖാദ്രി എന്ന് പറയുന്ന മനുഷ്യന്റെ ഉള്ളിലെ നന്മയെക്കുറിച്ച് പറയുന്നതിന്, നമ്മൾ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം അതിനെ നേരിടേണ്ടത് എന്ന് പറയുന്നതിനൊക്കെ ഉപയോഗിച്ച ടൂളുകളാണ് ഈ കഥാപാത്രങ്ങൾ, നജീബിന്റെ കഥയുൾപ്പെടെയുള്ള പല കാര്യങ്ങളും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതിനെ മറികടക്കും. നമ്മുടേതായ ദാർശനിക വിചാരങ്ങൾ കൊണ്ട്, നമ്മുടെ സങ്കല്പങ്ങൾ കൊണ്ട്, നമ്മുടെ സ്വപ്നങ്ങൾ കൊണ്ട്, നമ്മുടെ ഭീതികൾ കൊണ്ടൊക്കെ നമ്മൾ അതിനകത്തുണ്ടാകും. അപ്പൊ ഒരു കോർ എലമെന്റ് എന്ന നിലയിൽ മാത്രമാണ് നമ്മൾ ആ നടന്ന സംഭവത്തെ അല്ലെങ്കിൽ ആ ജീവിതത്തെ നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കി മുഴുവൻ അതിന്റെ മുകളിൽ നമ്മൾ ഫിക്ഷൻ കൊണ്ട് അതിനെ മനോഹരമാക്കാനുള്ള ശ്രമം. അങ്ങനെ ഫിക്ഷൻ ചേർക്കുമ്പോഴാണ് നമുക്ക് ആഹ്ലാദം ഉണ്ടാകുന്നത്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നമുക്ക് അങ്ങനെ ചേർക്കാം. അല്ലാതെ നമ്മൾ അതുപോലെ പകർത്തി വെക്കുമ്പോൾ നമുക്ക് ഒരു തൃപ്തിയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വെല്ലുവിളികളുണ്ട് സ്വാഭാവികമായിട്ടും. ചില കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ, ചില കാര്യങ്ങൾ പറയുന്നതിലൊക്കെ പരിമിതികളുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ നമുക്ക് ഭാവന കൊണ്ട് മറികടക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. സാർ ഒന്നുകൂടെ സാറിനെ ഒന്ന് ബുദ്ധിമുട്ടിക്കുകയാണ്. ഈ കഥയുടെ മാംസം ഉണ്ടല്ലോ, ആ മാംസം നമ്മള് കഥയുടെ മാംസത്തിൽ ചെറിയ മീൻസ് ഈ അറേബ്യൻ അത്തരം നോവലുകൾ, അത്തരം ഫിക്ഷനുകൾ വായിക്കുമ്പോൾ അതൊന്നുമില്ല, മറ്റു ഫിക്ഷനുകൾ സാർ എഴുതിയതല്ലാത്ത ഫിക്ഷനുകളും വായിക്കുമ്പോൾ ഈ കഥാകൃത്ത് ഇതിന്റെ ഒരു മാംസഭാഗം എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ള ഒരു ചോദ്യം മനസ്സിൽ അവശേഷിക്കുന്നുണ്ടോ? കാര്യം അതാണല്ലോ നമ്മൾ പുറമേ കാണുന്നത്. അത് എങ്ങനെയായിരിക്കും ഒരു കഥാകൃത്ത് രൂപപ്പെടുത്തുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ എഴുത്ത് രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു ആശയം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച നമ്മളുടെ ചിന്തകൾ, വിചാരങ്ങൾ, നമ്മൾ ശേഖരിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിട്ട് ആലോചിച്ച് പലതരത്തിലുള്ള കഥാസന്ദർഭങ്ങളെ നമ്മൾ പതിയെ സൃഷ്ടിച്ചെടുത്ത് ഡയറി കുറിപ്പുകളായി എഴുതി വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നീട് ഈ സംഭവങ്ങളെ എങ്ങനെ യോജിപ്പിക്കാൻ കഴിയും, അതിനെ എങ്ങനെ അധ്യായമായി വികസിപ്പിക്കാൻ കഴിയും, ചില കാര്യങ്ങൾ പറയാൻ ഏതൊക്കെ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കേണ്ടി വരും എന്നുള്ള ചില ആലോചനകളിൽ നിന്നാണ് അടുത്ത ഒരു ഘട്ടം ഉണ്ടാവുകയും പുതിയ കഥാസന്ദർഭങ്ങൾ ഉണ്ടാവുകയും കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാൻ ചിലതുണ്ട് എന്നിടത്താണ് യഥാർത്ഥത്തിൽ ഈ മാംസഭാഗങ്ങൾ ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ അത് ശുഷ്കമായ ഈ പറഞ്ഞ പോലെ ചരിത്രരേഖയോ ജീവിതമോ സംഭവമോ ഒക്കെ മാത്രമായി അവശേഷിക്കും. അതിനപ്പുറത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ചേർക്കാൻ വേണ്ടിയാണ് നമ്മൾ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത്, കഥാസന്ദർഭങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിലേക്ക് ഇതിനെയെല്ലാം തടുത്തു കൂട്ടി കൊണ്ടുവന്ന്
അടുക്കി 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 വെക്കുകയും പിന്നീട് അടുത്ത ഒരു ഘട്ടത്തിൽ അതിനെ ഏതൊക്കെ ചാപ്റ്ററുകൾ ഏത് ഭാഗത്ത് വരണം എന്ന് നിർണ്ണയിക്കുകയും പിന്നെ ഇതിനെ തമ്മിൽ ചേർക്കാൻ വേണ്ടി അപ്പോൾ പുതിയ ചാപ്റ്ററുകൾ ഉണ്ടാക്കുകയോ പുതിയ കഥാസന്ദർഭങ്ങൾ ഉണ്ടാക്കുകയോ പുതിയ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടം. അതിനുശേഷം പിന്നെ ഫൈനലായി തിരുത്തിയെഴുത്ത് എന്ന് പറയുന്ന ഒരു 5-6 അങ്ങനെ ഒരു 6-7 ഘട്ടത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു കഥയാണെങ്കിലും ഒരു നോവലാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം രൂപപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചരിത്രം പറയണം അല്ലെങ്കിൽ ഒരു സംഭവം പറയുന്നതിൽ അങ്ങനെ വരേണ്ട രീതിയിൽ അല്ല വേണ്ടത്. ഇതിന്റെ മുകളിലുള്ള ഈ പറഞ്ഞ പോലുള്ള മാംസഭാഗങ്ങൾ വെച്ച് ചേർക്കലാണ് പ്രധാനപ്പെട്ടതെന്ന്. അതാണ് ഫിക്ഷൻ എഴുത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഭാവന വർക്ക് ചെയ്യേണ്ടത്. ഇത് വായനക്കാരൻ ഇത് എവിടുന്ന് ശേഖരിച്ച് കുറച്ചും വിവരങ്ങൾ ചേർത്ത് വെക്കുകയല്ല, അതിനപ്പുറത്തേക്ക് ഒരു കഥ പറയുകയാണ് എന്ന തോന്നലിലേക്ക് ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥ ഫിക്ഷന്റെ കരുത്ത് എന്ന് പറയുന്നത്. അത് നമ്മുടെ സർഗാത്മകതയുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ സംഭവിക്കുന്നതാണ്. എങ്ങനെയാണ് ഇത് ചേർത്ത്? സാർ, ആ മാംസഭാഗങ്ങളെല്ലാം വളരെ മനോഹരമാണ് സാറിന്റെ ഫിക്ഷനുകളിൽ എന്നുള്ളതാണ്. അത് പറയാതെ വയ്യ. താങ്ക് യു. സാർ, അടുത്തതായിട്ട് മെസ്സേജിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണേ. ബാസിത്താണ് ചോദിച്ചേക്കുന്നത്. ആടുജീവിതം എന്ന നോവൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ നജീബ് എന്ന വ്യക്തിയുടെ ജീവിതം പകർത്തുമ്പോൾ അത് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ആ നോവൽ മാറുമെന്ന് കരുതിയിരുന്നു? ഒരിക്കലുമില്ല. ഒരു കൃത്യം എഴുതുമ്പോൾ അത് അങ്ങനെയായി തീരും എന്ന വിചാരം ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളോട് മാത്രം സംവേദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് എഴുത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ അധികം ആൾക്കാരൊന്നുമില്ല. ഇപ്പം 10 വായനക്കാരോട് ഡിസ്കസ് ചെയ്താലും 11ാമത്തെ ആളിന് മറ്റൊരു അഭിപ്രായവും മറ്റൊരു അഭിരുചിയും ഉള്ളത് കൊണ്ട് അത് അങ്ങനെ ആയി തീരണം എന്ന് നമുക്ക് പറയാനും കഴിയില്ല. അല്ലെ, അങ്ങനെ അവരുടെ അഭിപ്രായം ശരിയാവുമെന്ന്. അതുകൊണ്ട് നമ്മളോട് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളുടെ ഒരു ബോധ്യത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഒരു വായനാശീലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ആടുജീവിതം ഉൾപ്പെടെയുള്ള കൃതികൾ എഴുതുമ്പോൾ അത് എഴുതി പൂർത്തീകരിക്കുക, നമുക്ക് ആത്മവിശ്വാസം തോന്നുന്ന ഒരു കൃതി നൽകുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല, അങ്ങനെ സങ്കല്പിച്ചിട്ടുമില്ല. അതൊക്കെ അതിന്റെ വിധി അങ്ങനെ ആയിരുന്നു എന്നതുകൊണ്ട് ആടുജീവിതം അങ്ങനെയൊക്കെ അത് ചരിത്രത്തോടൊപ്പം വളർന്ന് വലുതായി ഇവിടെ വരെ വരികയും ഒരു സിനിമയാവുകയും അത് പലതരത്തിലുള്ള ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും പലതരത്തിലുള്ള പുരസ്കാരങ്ങൾക്ക് അർഹമാവുകയൊക്കെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് എല്ലാ കൃതികളും എഴുതുന്നത് പോലെ മാത്രം എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് ആടുജീവിതം. ആടുജീവിതത്തിന് മാത്രമായി എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുകയോ എന്തെങ്കിലും സവിശേഷമായ ഊന്നലുകൾ കൊടുക്കുകയോ കൂടുതൽ ശ്രദ്ധ വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ കൃതികൾക്കും ഒരേപോലെയാണ്. അതും അങ്ങനെ ഓരോ കൃതിക്കും ഓരോ വിധിയുണ്ട് എന്ന് പറയുന്നത് പോലെ അത് അത്ര സംഭവിച്ചു, അങ്ങനെ മാത്രമായിട്ടൊക്കെയാണ് അതിനെയും കാണുന്നത്. താങ്ക് യു സർ. ഫാത്തിമ ബീവി ഒരു ചോദിച്ചിട്ടുണ്ട്, സാർ, മോസ്റ്റ് റൈറ്റേഴ്സ് ഒപ്പീനിയൻ അബൌട്ട് റൈറ്റേഴ്സ് ബ്ലോക്ക് ഓർ റീഡിംഗ് ബ്ലോക്സ്, ഹൗ യു ഓവർകം ദം സാർ എന്ന് ചോദിച്ചിട്ടുണ്ട്. റൈറ്റേഴ്സ് ബ്ലോക്കോ റീഡിംഗ് ബ്ലോക്കോ എങ്ങനെ മറികടക്കാം എന്നാണ് ചോദ്യം. റൈറ്റേഴ്സ് ബ്ലോക്ക് ഭാഗ്യവശാൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു നോവൽ കഴിയുമ്പോഴേക്കും അടുത്ത നോവൽ എഴുതാനോ അടുത്ത കഥ എഴുതാനോ ഉള്ള ഒരു സാധ്യത ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എഴുത്തിനിടയിൽ തന്നെ പലപ്പോഴും ചിലപ്പോ അടുത്ത ചാപ്റ്റർ എന്താവണം, എന്തെഴുതണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ചില സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഒരു തടസ്സങ്ങൾ ഉണ്ടാവുന്ന കാലത്ത് ഞാൻ ചെയ്യുന്നത്, ഞാൻ വായിക്കാൻ ആഗ്രഹിച്ച ഒത്തിരി കാലമായി ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു മനോഹരമായ വലിയ ഗ്രേറ്റ് നോവലുകൾ ഏതെങ്കിലും ഒന്നെടുത്ത് വായിക്കും എന്നുള്ളതാണ്. നമ്മളെക്കാൾ ചെറിയ എഴുത്തുകാരുടെ, ചെറിയെന്ന് പറയുന്നത് നമ്മളെന്ത് മോശമെന്നല്ല, പക്ഷെ നമ്മൾ ഏറെ കാലമായി വായിക്കാൻ ആഗ്രഹിച്ച വലിയ എഴുത്തുകാരുടെ വലിയ ഏതെങ്കിലും ഒരു കൃതി എടുത്ത് വായിക്കും എന്നുള്ളതാണ്. അപ്പം അത് നമുക്ക് പകർന്നു നൽകുന്ന ഒരു വലിയ ഊർജ്ജമുണ്ട്. അവരെങ്ങനെയാണ് ഇത്രയും വലിയ, പ്രത്യേകിച്ച് വലിയ കൃതികൾ, 1000 പേജുള്ള പുസ്തകങ്ങൾ ഒക്കെ വായിക്കാനുള്ള ശ്രമം നടത്തും. അപ്പം 1000 പേജുള്ള ഒരു പുസ്തകം നമുക്ക് വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ 500 പേജുള്ള ഒരു പുസ്തകം നമുക്ക് എഴുതാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം വായനയിലേക്ക് കടന്നു പോകുമ്പോൾ എവിടെ വെച്ചെങ്കിലും ആ വായനയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മുടെ എഴുത്തിനെ മുന്നോട്ട് ചലിപ്പിക്കാൻ പ്രാപ്തമായ ഒരു വഴി നമുക്ക് തെളിഞ്ഞു കിട്ടുകയും പിന്നീട് അതിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോവുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. അതുകൊണ്ട് മഹത്തായ എഴുത്തുകാരെ വായിക്കുകയാണ് റൈറ്റേഴ്സ് ബ്ലോക്ക് മറികടക്കാനുള്ള ഒരു വഴിയായി ഞാൻ കാണുന്നത്. റീഡിംഗ് ബ്ലോക്ക് മറികടക്കാനുള്ള വഴിയും അത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. റീഡിംഗ് ബ്ലോക്ക് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ എല്ലാ പുസ്തകങ്ങളും എല്ലാവരെയും തൃപ്തിപ്പെടുത്താനാവണമെന്നില്ല. നിങ്ങൾക്ക് ഒരു പുസ്തകം വായിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് നിങ്ങളെ മടുപ്പിക്കുന്നുവെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് നിങ്ങൾക്ക് തൃപ്തികരമാകുന്ന, ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഏറെക്കാലമായി വായിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള, പലരും പലതവണ പരാമർശിച്ചിട്ടുള്ള ഒരു പുസ്തകം എടുത്ത് വായിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അതിൽ ചിലപ്പോൾ അടുത്ത പുസ്തകം അങ്ങനെ 2-3 പുസ്തകം വായിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മളുടെ വിചാരങ്ങളുമായിട്ടോ നമ്മളുമായിട്ട് വല്ലാതെ കൊളുത്തി വലിക്കും. നമുക്ക് ആ പുസ്തകം വായിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. നമ്മളെ ആ പുസ്തകത്തിന്റെ പിന്നാലെ ഇങ്ങനെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നടക്കുമെന്ന് പറയാറില്ലേ, ആ തരത്തിൽ പോയി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്ക് ആ ബ്ലോക്ക് മാറ്റിയെടുക്കാൻ കഴിയും. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ വായിച്ച് പകുതിയാക്കി വെച്ച അല്ലെങ്കിൽ പകുതി വെച്ച് നമുക്ക് ഉപേക്ഷിച്ച് ആ പുസ്തകത്തിലേക്ക് മടങ്ങിപ്പോകാനും കഴിയും എന്നാണ് എൻ്റെ വായന ശീലങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് അതിനെ മറികടക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഫാത്തിമ ബീവിക്കുള്ള ഉത്തരം. താങ്ക് യു. സാർ നമസ്കാരം. നമസ്കാരം. സാർ, എൻ്റെ പേര് നിത്യ. എനിക്ക് ചോദിക്കാനുള്ളത് തരകൻസ് ഗ്രന്ഥവരിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. തരകൻസ് ഗ്രന്ഥവരി നമുക്ക് ചരിത്രത്തെ ഒരു വ്യത്യസ്തമായ രീതി കാണാൻ സാധിക്കുന്നുണ്ട്. വേലുത്തമ്പി ദളവയും ടിപ്പു സുൽത്താനെയൊക്കെ ഒരു പ്രത്യേക രീതി കാണാൻ സാധിക്കും. ഏത് വായനക്കാരനും വായിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു വായനാനുഭവം ലഭിക്കുന്ന ഒരു നോവലാണ് തരകൻസ് ഗ്രന്ഥവരി. ഇങ്ങനെ ഒരു നോവൽ എഴുതുന്ന സമയത്ത് സാർ അതിന് എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തി? അതുപോലെ ഇനി ഇങ്ങനെ ഒരു നോവൽ സാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ സാർ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നോവലുകൾ ഇനി അതല്ല, അത്തരത്തിലുള്ള അനേകം നോവലുകൾ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് വളരെ ആദർശമായ ചരിത്രം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തരകൻ എന്ന് പറയുന്ന തച്ചിൽ മാത്തു തരകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തെ എനിക്ക് കണ്ടുമുട്ടാനിടയാവുന്നു. അപ്പൊ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം അത്രയൊന്നും സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഇതിലേക്ക് പോയത്. സ്വാഭാവികമായിട്ടും പിന്നെ തിരുവിതാംകൂർ ചരിത്രം വായിച്ചിട്ട് തരകന്റെ ജീവിതം കണ്ടെത്താനാണ് കൂടുതലും അതിനകത്ത് ശ്രമിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള കുറെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് അവർ തരകനും വേലുത്തമ്പി ദളവായും തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ, ആലപ്പുഴ എന്ന് പറയുന്ന പട്ടണം പടുത്തുയർത്തുന്നതിൽ തരകനുണ്ടായിരുന്നുള്ള കഴിവ്, കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു ക്രിസ്ത്യൻ മന്ത്രി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ തരകൻ ഉയർന്നു വന്നു. തരകൻ തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് വരെ കടം കൊടുക്കുന്ന തരത്തിൽ സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ള ഒരു അറിവ്, ഇതൊക്കെയൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ നോവൽ രചിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഒരു നോവൽ എഴുതുമ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ സമാഹരിക്കാൻ കഴിയുമോ അതൊക്കെ സമാഹരിച്ചിട്ടാണ് ഒരു നോവൽ എഴുതുന്നത്. പിന്നെ അതിനകത്ത് കൗതുകകരമായി എനിക്ക് ഭയങ്കരമായി തോന്നിയത്, ഒരു ഘട്ടം കഴിയുമ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാർ തരകനുമായിട്ട് പിണങ്ങുകയും തരകന്റെ 2 കാതുകളും അറുത്ത് കളയുകയും ചെയ്യുന്നുണ്ട്. അന്നത്തെ കാലത്തെ ശിക്ഷകളിൽ ഒന്നായിരുന്നു കാതറുത്ത് കളയുക എന്ന് പറയുന്നത്. എന്നാൽ കുറെ കാലം കഴിയുമ്പോൾ അത് ചെയ്തത് തെറ്റായിപ്പോയി, തരകനായിരുന്നു ശരിയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് 2 സ്വർണ്ണച്ചെവികൾ സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ. ഈ സ്വർണ്ണച്ചെവി പിന്നീട് എവിടെ പോയി എന്ന് ചരിത്രത്തിൽ എവിടെയുമില്ല, എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്നാണ്. പക്ഷെ ഒരു എഴുത്തുകാരന്റെ കൗതുകം അതായത് ഈ സ്വർണ്ണച്ചെവികൾ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ അതെവിടെയായിരിക്കും, അത് എങ്ങനെയായിരിക്കും സൂക്ഷിക്കപ്പെടുക എന്നുള്ള ഒരു കൗതുകത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ തരകൻസ് ഗ്രന്ഥവരി എന്ന് പറയുന്ന നോവൽ വന്നിട്ടുള്ളത്. അതിനെയൊക്കെ ചുറ്റിപ്പറ്റിയും പിന്നീട് പുതിയ കാലത്തെ ചില ക്ലബ്ബുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള സംഘങ്ങൾ, അതിനെയൊക്കെ ചേർത്തുകൊണ്ടാണ് തരകൻസ് ഗ്രന്ഥവരി. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ച് ധാരാളം ഗവേഷണങ്ങൾ, പഠനങ്ങൾ അതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്ക് യു സാർ. താങ്ക് യു. നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ പേര് ആര്യ എന്നാണ്. ആദ്യമായിട്ട് സാറിനെ ഇതിലൂടെ കാണാൻ സാധിച്ചതിന് എനിക്കൊരു വളരെ സന്തോഷമുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് മഞ്ഞുവേൽ മരണത്തിനെ കുറിച്ചാണ്. അതിലെ അന്തർപ്രിയർ കുടുംബം, അതുപോലെ ഡീഗോ ഗാർഷ്യ, അവിടെ അതൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു ആശയമാണ്. അപ്പൊ അത് സാറിലേക്ക് എത്തിപ്പെട്ട ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ? മഞ്ഞുവേൽ മരണങ്ങൾ എഴുതാൻ കാരണമാവുന്നത് എനിക്ക് തോന്നുന്നു 2005 തോന്നുന്നു. ഭാഷാഭൂഷണി മാസികയിൽ BK ശ്രീരാമൻ ഈ കുടുംബത്തെക്കുറിച്ച്, ഇവരുടെ അന്ത്രപ്പേർ കുടുംബത്തെക്കുറിച്ച് ഒരു വലിയ ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്താണ് ഇവര് പോർച്ചുഗീസിൽ നിന്ന് വന്നവരാണ് എന്നും ഇവിടെ പിന്നീട് വന്ന് ഇവിടുത്തെ കേരളീയ ജീവിതം ജീവിച്ചവരാണെന്നും കരപ്പുറം എന്ന് പറയുന്ന അന്നത്തെ ചെറിയ രാജ്യത്തെ മാടമ്പിമാരായിരുന്നുവെന്നും അവരിപ്പോഴും ഇവിടെ ജീവിക്കുന്നു എന്നുള്ള ഒരു അറിവ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഈ മനുഷ്യന്റെ യാത്രകൾ എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ രാജ്യം, നമ്മുടെ ദേശം, നമ്മുടെ മണ്ണ്, നമ്മളിത് വിട്ട് എവിടെയും പോവില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. എൻ്റെ ഭൂമിയുടെ മക്കൾ വാദം എന്നൊക്കെ പറയുന്നത്. പക്ഷെ മനുഷ്യ കുലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനുഷ്യൻ ഇങ്ങനെ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചതിന്റെ ചരിത്രമാണ് നമ്മുടെ എല്ലാ വികസനങ്ങളും എല്ലാ സാംസ്കാരിക പുരോഗതികളും എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. മനുഷ്യൻ ഒരിടത്ത് തന്നെ അടിഞ്ഞു കിടന്നിരുന്നെങ്കിൽ
നമ്മൾ ഇത്രയൊന്നും വികസിക്കുമായിരുന്നില്ല, ഇത്രയൊന്നും വളരുമായിരുന്നില്ല. അപ്പോൾ അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ അന്ത്രപ്പർ കുടുംബത്തിന്റെ ചരിത്രം വെച്ചിട്ട് ഒരു കഥ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആലോചനയിലേക്ക് വരുന്നത്. അപ്പൊ അവര് പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നും കൊച്ചിയിലെത്തുന്നു, കൊച്ചി രാജാക്കന്മാരുടെ സാമന്തന്മാരാവുന്നു. അവിടെ നിന്ന് കുറച്ചുകൂടെ ശക്തരാകുമ്പോൾ കരപ്പുറം, ഇന്നത്തെ ചേർത്തല എന്ന് പറയുന്ന കരപ്പുറത്തെ മാടമ്പിമാരാവുന്നു. അവിടെ ഡച്ച് പട്ടാളം വരുമ്പോഴേക്കും അവർ പോണ്ടിച്ചേരിയിലേക്ക് പോകുന്നു. അവിടെ ഫ്രാൻസുകാർ വരുമ്പോഴേക്കും ഇവർ ഡീഗോ ഗാർഷിയിലേക്ക് പോകുന്നു. ഡീഗോ ഗാർഷിയിൽ ജനാധിപത്യം വരുമ്പോഴേക്കും അവർ ആഫ്രിക്കയിലേക്ക് പോകുന്നു. അങ്ങനെ മനുഷ്യകുലത്തിന്റെ ഒരു യാത്രയുടെ ചരിത്രം അതിനകത്തുണ്ട് എന്നുള്ളതാണ് അതിനകത്തെ രസകരമായ കാര്യം. പിന്നെ ആ കഥ വെറുതെ അങ്ങനെ പറയുന്നതിനപ്പുറത്തേക്ക് അതിനുള്ളിൽ ചില കുറ്റാന്വേഷണം, കൗതുകമുള്ള കാര്യങ്ങൾ, വായനക്കാരെ അതിലേക്ക് പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള ചില എലമെന്റുകൾ ഉണ്ടാവുന്നു. അത് വായിച്ചു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ തന്നെ ഏക ക്രിസ്ത്യൻ രാജവംശമായ വില്ലാർവട്ടം തോമ രാജാക്കന്മാരുടെ ചരിത്രം മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ തോമ രാജാക്കന്മാരും അന്ത്രപ്പേർ കുടുംബവും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ആ കഥ വികസിച്ചു വന്നിട്ടുള്ളത്. ബേസിക്കലി അതിന്റെ ആശയം ഉണ്ടായി വരുന്നത് ഈ വി കെ ശ്രീരാമന്റെ ലേഖനം വായിച്ചതിലൂടെയാണ്. താങ്ക് യു സർ. സാർ, ഇൻബോക്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹേന ടീച്ചറാണ് ചോദിച്ചേക്കുന്നത്. അങ്ങേക്ക് സമൂഹത്തോട് പറയാനുള്ള ഒരു കാര്യം താങ്കൾ കണ്ടുപരിചയിച്ച ചില ആളുകളെ കഥാപാത്രമാക്കിക്കൊണ്ട് പറയുന്നതിലൂടെ സ്വാഭാവികമെന്നോണം അങ്ങ് തിരഞ്ഞെടുക്ക എന്റെ കണക്ഷൻ ആണോ പോയത്? ഹലോ ഹലോ ജെറ്റ്ലി അല്ല സർ, അത് ഇവിടെ ഞാനത് കണ്ടു ഇത് കണ്ടു, ഞാനത് വായിക്കാം. അങ്ങേക്ക് സമൂഹത്തോട് പറയാനുള്ള ഒരു കാര്യം താങ്കൾ കണ്ടുപരിചിച്ച ചില ആളുകളെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് പറയുന്നതിലൂടെ സ്വാഭാവികമെന്നോണം അങ്ങ് തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളെ സ്വന്തമായി അങ്ങ് സംശീകരിച്ചിട്ടുള്ള ലോകബോധത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ കഥാപാത്രങ്ങളെയും നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ സംശീകരിച്ചിട്ടുള്ള ലോകബോധത്തിന്റെ അടിസ്ഥാനത്തിലാണോ കഥാപാത്രങ്ങളെ നിശ്ചയിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും എന്ന് തന്നെ പറയാം. കാരണം ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നമ്മളാണ് ആ എഴുത്തിന്റെ പ്രജാപതി എന്ന് പറയുന്ന ആൾ. അപ്പൊ കഥാപാത്രങ്ങൾ എങ്ങനെ സഞ്ചരിക്കണം എന്നോ കഥാപാത്രങ്ങൾ എങ്ങനെ സംസാരിക്കണം എന്നോ ഒക്കെ നിശ്ചയിക്കുന്നത് നമ്മുടെ ലോകബോധത്തിന്റെ, നമ്മുടെ രാഷ്ട്രീയ ബോധത്തിന്റെ, നമ്മുടെ സാമൂഹ്യ ബോധത്തിന്റെ ഒക്കെ ഇടത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ ഈ കഥയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കുറ്റാന്വേഷണ കഥകളെ സംബന്ധിച്ച് പറയുന്ന രസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നോവലിലെ ഏറ്റവും ബുദ്ധിമാനായ കഥാപാത്രത്തിന്റെ ബുദ്ധി എന്ന് പറയുന്നത് എഴുത്തുകാരന്റെ ബുദ്ധിക്ക് താഴെയായിരിക്കും, അല്ലെങ്കിൽ എഴുത്തുകാരന്റെ ബുദ്ധിക്ക് തുല്യമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിന്റെ മുകളിലുള്ള ഒരു ബുദ്ധി ഒരു എഴുത്തുകാരന് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന് പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഷെർലക് ഹോംസിന്റെ ബുദ്ധി എന്ന് പറയുന്നത് ആർതർ കോനൻ ഡോയലിന്റെ ബുദ്ധിയാണ്. അതിന്റെ മുകളിൽ ഒരു ബുദ്ധി പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ഒരു കഥാപാത്രത്തിന്റെ രാഷ്ട്രീയ ബോധമെന്ന് പറയുന്നത്, സാമൂഹ്യ ബോധമെന്ന് പറയുന്നത്, ജെൻഡർ ബോധമെന്ന് പറയുന്നത് എഴുത്തുകാരന്റെ ബോധങ്ങളാണ്. അതിന്റെ മുകളിൽ പോയി അയാൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അയാൾക്ക് അങ്ങനെ ചില ബോധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കഥാപാത്രത്തിനും അത്തരത്തിൽ ഉയരാൻ കഴിയൂ. അപ്പം കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത്, കഥാപാത്രത്തിന് ഔന്നത്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടെ ബോധ്യങ്ങളെ ഉയർത്തുക, നമ്മളുടെ ചരിത്രബോധം ഉയർത്തുക, നമ്മുടെ സാമൂഹ്യ ബോധം ഉയർത്തുക, നമ്മുടെ സാംസ്കാരിക ബോധം ഉയർത്തുക, നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കുക. അപ്പോഴൊക്കെയാണ് കഥാപാത്രങ്ങൾക്കും അതേ അറിവുകളും ബോധ്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മളുടെ ബോധ്യങ്ങളെ പകർന്നു കൊടുക്കാനുള്ള ഇടം കൂടിയാണ് ഓരോ കഥാപാത്രങ്ങളും. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ലോകബോധ്യത്തിൽ നിന്നും എൻ്റെ വിചാരങ്ങളിൽ നിന്നും ഒക്കെയാണ് നമ്മളൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ അറിവുകൾ അതിനകത്ത് ഉണ്ടാവും, നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളത്, കണ്ടറിഞ്ഞിട്ടുള്ളത്, പലരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഒക്കെ നമ്മൾ അതിനകത്തേക്ക് സംശീകരിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. താങ്ക് യു സർ. സാർ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. രേഷ്മ അജിത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. സാറിന് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ഇല്ല, പറഞ്ഞോളൂ. 10 മിനിറ്റ്. ഓക്കെ സാർ. സാർ, വ്യത്യസ്ത ഭാഷകളിൽ അങ്ങയുടെ സൃഷ്ടികളുടെ സ്വീകരണം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു 10-12 ഭാഷകളിലോളം നമ്മുടെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് കൂടുതലും വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷിൽ മറ്റ് പല
സമൂഹങ്ങളിൽ നിന്ന്, ഒരു ഇംഗ്ലീഷ് സമൂഹം മാത്രമല്ലല്ലോ, മറ്റനേകം സമൂഹങ്ങൾ അത് വായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളത്തിൽ കിട്ടുന്നതിൻ്റെ അത്രയും സ്വീകാര്യതയൊന്നും മറ്റ് ഭാഷകളിൽ കിട്ടാറില്ല. കാരണം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചില ആശയലോകങ്ങൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലായില്ല എന്ന് വരും, അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയില്ല എന്ന് വരും. പക്ഷെ ആടുജീവിതം പോലെ ഒരു കൃതി ഒക്കെ ഒരു സാമൂഹ്യ ഒരു 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 ലോകത്തിൽ എവിടെ നിന്നും സംവേദിക്കാൻ കഴിയാവുന്ന ഒരു തലമുള്ളത് കൊണ്ടാവാം ഒരുപക്ഷെ ആ കൃതി അത്തരത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരെന്ന നിലയിൽ കേരളീയ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അത്ര വലിയ സ്വീകാര്യതയൊന്നും ഇതര സമൂഹത്തിൽ നിന്ന് കിട്ടാറില്ല. പക്ഷെ ഇപ്പം അതിൽ കൂടുതൽ, പക്ഷെ ആടുജീവിതത്തെക്കാൾ കൂടുതൽ സ്വീകാര്യത കിട്ടിയിട്ടുള്ളത് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ കാണുമെന്ന് വേണമെങ്കിൽ പറയും. ഇപ്പം JCB പുരസ്കാരം പോലെയുള്ള ഇന്ത്യയിലെ വലിയ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് മുല്ലപ്പൂ. അതൊരു രാഷ്ട്രീയ വിഷയത്തെ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിന്റെ പൊളിറ്റിക്സിനെയൊക്കെ സൂചിപ്പിക്കുന്ന കൃതിയായതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്. അറബ് സമൂഹം ആടുജീവിതത്തെയും ഇതിനെയൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലുണ്ട്. അപ്പൊ അറബികൾ ഇതിനെ മോശമായിട്ട് കാണുന്നു എന്നാണ് പലരും പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇപ്പൊ തന്നെ ഞാൻ 2 ആഴ്ച മുമ്പ് ദുബൈയിൽ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അവിടുന്ന് ഒരു പുരസ്കാരം ഏറ്റെടുത്തത് അറബിലെ വലിയ ഷെയ്ഖുമാരൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ആ പുരസ്കാരമൊക്കെ കിട്ടിയത്. സ്വാഭാവികമായിട്ടും അവര് തങ്ങളുടെ നേരെ തിരിച്ചു പിടിച്ച ഒരു കണ്ണാടി എന്ന നിലയിലാണ് ആടുജീവിതത്തെ കാണുന്നത്. അപ്പോൾ ഓരോ സമൂഹങ്ങളും പലതരത്തിൽ ഇതിനെ കാണുന്നു എന്നുള്ളത് മാത്രമേ പറയാൻ കഴിയൂ. വ്യത്യസ്തമായ സ്വീകാര്യത എന്ന് ചോദിച്ചാൽ മലയാളി സമൂഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ജീവിതം, നമ്മുടെ എഴുത്ത്, നമ്മുടെ സംസ്കാരമൊക്കെ കൂടുതൽ പ്രതിഫലിച്ച് നിൽക്കുന്നത് മലയാളത്തിൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു സാർ. ഇനി ആരും ചോദ്യങ്ങൾ ചോദിക്കാനില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാമിന് നന്ദി അറിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പ്രോഗ്രാം കോർഡിനേറ്റർ ഒറ്റ ചോദ്യം കൂടി വന്നിട്ടുണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് പോകാം. ഒരു അക്ഷയ ജയാണ് ചോദിച്ചിരിക്കുന്നത്, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് തൻ്റെ എല്ലാ രചനകളും ഏറെ പ്രിയപ്പെട്ടതാണെങ്കിലും അങ്ങയുടെ രചനകളിൽ അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ട രചന ഏതാണ്? ഒരു അമ്മയോട് തൻ്റെ മക്കളിൽ ഏറ്റവും പ്രിയം ആരോടാണെന്ന് ചോദിക്കും പോലെയാണ്, എങ്കിലും അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓരോ കൃതി എഴുതുമ്പോഴും അതാണ് ഏറ്റവും മികച്ച കൃതി എന്ന വിശ്വാസത്തിലാണ് എഴുതുന്നത്. എല്ലാ കൃതികളോടും അതിൻ്റെതായ ഇഷ്ടങ്ങളുണ്ട് എങ്കിൽ പോലും അങ്ങനെ ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ പറയുക മാന്തലിന്റെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളാണ് എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് എന്നുള്ളതാണ്. കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ആടുജീവിതമോ അല്ലെങ്കിൽ കൂടുതൽ വായിക്കപ്പെടുന്ന മഞ്ഞവെയിൽ മരണങ്ങളോ അല്ല. അതിനപ്പുറത്തേക്ക് വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ള മാന്തലിന്റെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളാണെന്ന് പറയും. കാരണം അത് എൻ്റെ ജീവിതവുമായിട്ട് കുറെ കൂടി അടുത്ത് നിൽക്കുന്ന, എൻ്റെ ദേശം, എൻ്റെ വീട്, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ബാല്യം, എൻ്റെ കൗമാരം, എൻ്റെ സ്വപ്നങ്ങളൊക്കെ വളരെയധികം ആഴത്തിൽ ഇഴചേർന്ന് നിൽക്കുന്ന കൃതികളിൽ ഒന്നാണ്. അതുകൊണ്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട ധാരാളം മനുഷ്യർ അതിനകത്ത് കഥാപാത്രങ്ങളാണ്, ജീവിച്ചിരുന്നവര് ധാരാളം പേര് അതിനകത്ത് കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പുസ്തകം മാന്തലിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റു കൃതികളോട് എന്തെങ്കിലും യോജിപ്പുള്ളത് കൊണ്ടല്ല, അത് എൻ്റെ വളരെ സ്വകാര്യമായ ഒരു ജീവിതം അതിനകത്ത് ധാരാളമായിട്ടുള്ളതുകൊണ്ട്. താങ്ക് യു. താങ്ക് യു സാർ. ഇനി ആരും ചോദ്യങ്ങൾ ചോദിക്കാനില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാമിന് നന്ദി അറിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പ്രോഗ്രാം കോർഡിനേറ്റർ ലേഖ ടീച്ചറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം സാർ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. കേരള സർവകലാശാല അധ്യാപന പഠന കലാലയം കുന്നം സംഘടിപ്പിക്കുന്ന കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 53 ഇന്നത്തെ ഒരു സായാഹ്നം, 20ാം ദിവസത്തെ ഈ ഒരു സായാഹ്നം നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാക്കി തന്നതിന് സാറിന് ഒരുപാട് നന്ദി. ഞങ്ങൾ എല്ലാവർക്കും ഒരു അപരിചിതം ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല സാറിനോട് സംസാരിച്ചപ്പോൾ. ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും നമുക്ക് ഭയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു സംസാരിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഭയം തോന്നുന്നേ ഇല്ല. സാറിന്റെ സംസാരം അത്രയേറെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. സാർ സംസാരിച്ച് തുടങ്ങിയത് അധ്യാപനത്തിന്റെ മഹത്വത്തെ കുറിച്ച് തന്നെയാണ്. തീർത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് അധ്യാപനത്തിന്റെ മഹത്വം. ഇത്ര വ്യക്തമായി പറഞ്ഞു തന്നതിന് നന്ദി. അതിനുശേഷം ഒപ്പം കൂടെ താങ്കൾ പറഞ്ഞു തന്നത് വായനയുടെ വിവിധ തലങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുകയുണ്ടായി. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർ വായിക്കുകയും ഒപ്പം കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണം. നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് റീൽസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും
പറഞ്ഞ ആദ്യത്തെ കാര്യം വായന എപ്പോഴും നമുക്കൊരു ഏകാഗ്രത നൽകുന്നു, സ്വപ്നം കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നാണ്. ശരിക്കും അത് അനുഭവം തന്നെയാണ് സർ. വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു കഥാപാത്രമായി മാറാനോ അല്ലെങ്കിൽ ആ ഒരു സാങ്കല്പിക ലോകത്തിലേക്ക് പോകാനോ എപ്പോഴും കഴിയും. അപ്പൊ ആ ഒരു ഏകാഗ്രത മറ്റൊരു മീഡിയയിലെ നമുക്ക് കിട്ടില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ സാർ നൽകിയിരുന്ന വിഷയം യാഥാർത്ഥ്യവും സാഹിത്യവും എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അതിന് നമ്മുടെ ആടുജീവിതവും പോസ്റ്റ്മാനും കൃതികളൊക്കെ മുൻനിർത്തി സംസാരിച്ചിരുന്നു. എങ്കിലും എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ആടുജീവിതം എന്നൊരു കൃതി എടുത്തു വെച്ചിട്ട് അത് എത്ര തവണ കൊണ്ടാണ് വായിച്ച് തീർത്തതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ ഭാഗം വായിക്കുമ്പോഴും അതിലൂടെ കടന്നു പോകുന്ന അതിൽ ആ വ്യക്തി നേരിട്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലാണ് എന്നൊരു തോന്നൽ നമ്മളിൽ ഉളവാക്കിയിരുന്നു. അത്രയ്ക്ക് നമ്മൾ ഭയത്തോടെ അല്ലെങ്കിൽ എന്തൊരു ആകാംക്ഷയോടെ വായിച്ചു തീർത്ത ഒരു പുസ്തകം തന്നെയാണ് ആടുജീവിതം എന്നുള്ളത്. അപ്പോ ഇത്തരത്തില് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം, ഈ ഒരു ഞായറാഴ്ചയിലെ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞതിന് ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ കുട്ടികളുടെ ചെറിയ ചെറിയ സംശയങ്ങള്, ചെറിയ ചെറിയ ആകാംക്ഷകൾ അങ്ങയ്ക്കൊപ്പം പങ്കുവയ്ക്കാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി സാർ. വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ KFL പേരിലും ഞങ്ങളുടെ കോളേജ് യൂണിയന്റെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് എല്ലാവിധ പ്രേരണയും നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S. രശ്മി ടീച്ചർ എന്ന വളരെയധികം സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒപ്പം ഈ ഒരു മീഡിയയിലും ഈ ഒരു ഗൂഗിൾ പ്ലാറ്റ്ഫോമിലും നമ്മുടെ യൂട്യൂബിലും ഒക്കെ നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന വിവിധ കോളേജുകളിലെ എല്ലാ അധ്യാപകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒപ്പം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ പിന്നണിയിലുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് നന്ദി സാർ, ഒരുപാട് നന്ദി. താങ്ക് യു ഓൾ. പ്രോഗ്രാം അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ലെഫ്റ്റ് ആവാം.